ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പൗർണമി ദിനത്തിൽ പൗർണമി ദിനത്തിനോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ എന്നറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെയായിരുന്നു പൗർണമി. ടോറസ് സോഡിയാക് സൈനിലാണ് ഇന്നലത്തെ പൗർണമി ആയിരുന്നത്. അപ്പോൾ പൗർണമി ദിനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പാടില്ലാത്തതായിട്ടുള്ള ചില എനർജികളുണ്ട്. ഓക്കെ, അത് ചില വ്യക്തികളാകാം, ചില ബന്ധങ്ങളാകാം, ചില സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചില ചിന്താ രീതികളാകാം. ഓക്കെ, നമ്മുടെ ചില എന്താ പറയുക പെരുമാറുന്ന രീതികളാകാം, വിശ്വാസങ്ങളാകാം. ഇതൊക്കെ റിലീസ് ചെയ്യാനാണ്, അതിൽ നിന്നൊക്കെ വിടുതൽ നേടാനാണ് നമ്മൾ എന്താ ചെയ്യുക, പൗർണമി ദിനങ്ങൾ യൂസ് ചെയ്യുക. അമാവാസി ദിനങ്ങൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ അമാവാസി ദിനങ്ങളിലാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അതിനെ നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പുതിയ എനർജികൾ വരുന്നത് ഈ അമാവാസിയോടനുബന്ധിച്ചാണ്. ഓക്കെ, ഇപ്പോൾ സാധാരണ അമാവാസി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് കാണുക അല്ലേ. പക്ഷേ എനർജറ്റിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി നോക്കുമ്പോൾ അമാവാസി എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കങ്ങളുടെ ഒരു എന്താ പറയണ്ടേ ഒരു സൈനാണ് അമാവാസി. പൗർണമി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ഒരു സൈനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പൗർണമി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങൾ എന്തിൽ നിന്നൊക്കെയാണ് നിങ്ങൾ വിടുതൽ നേടേണ്ടത്. അതുപോലെ തന്നെ എന്താണ് അപ്പോൾ ഒരു കാര്യം ഒരു എനർജി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അത് വേറൊരു എനർജിക്ക് വരാനുള്ള സ്പേസ്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വരാനുള്ള സ്പേസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, എനർജറ്റിക്കൽ സ്പേസ്. അപ്പോൾ എന്താണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പുതിയ അധ്യായങ്ങളുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാവാം, അല്ലെങ്കിൽ ചില വിജയങ്ങളാവാം, നേട്ടങ്ങളാവാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇന്നത്തെ റീഡിങ്ങിൽ. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് 3 ചാംസ് ഉണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ഗ്രൂപ്പ് 2ൻ്റെ ചാമാണ്. ഇത് ഗ്രൂപ്പ് 3യുടെ ചാമാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയറിയാം, ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 3യുടെയും ചാമും തമ്മിൽ വലിയ വ്യത്യാസമല്ല. ഓക്കെ, ഞാനിങ്ങനെ എന്താ പറയുക, എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചാംസ് അല്ലെങ്കിൽ പൈലൊക്കെ വെക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലുള്ള ആ ഇൻഡ്യൂട്ടീവ് പവറിനെ, അതിനൊരു എക്സസൈസ് പോലെയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ നമ്മൾ കൂടുതൽ ആ ഒരു ഇൻറ്റ്യൂഷനിലേക്ക് ട്യൂൺ ഇൻ ചെയ്തിട്ട് വേണം നമ്മുടെ ചാമോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ ചില സമയത്ത് ചാംസ് കൊണ്ടുവരിക. ചിലത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലത് വളരെ സിമിലർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. കുറച്ച് സിമിലർ ആണ് ഇന്നത്തെ ചാംസൊക്കെ. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ, അതായത് വളരെ സമാധാനത്തോടെ ഇരുന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ കേൾക്കുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കാണുകയായിരിക്കും ചെയ്യുക, നിങ്ങളുടെ മനക്കണ്ണിൽ കാണുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ആണ് വരിക, ഇന്ന ഗ്രൂപ്പാണ് എൻ്റെ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻഡ്യൂട്ടീവ് എബിലിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അതിനെ സ്ട്രോങ് ആക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ റീഡിങ്സിൽ ഈ ചാം ചൂസ് ചെയ്യുക വഴി, അല്ലെങ്കിൽ പൈൽസ് ചൂസ് ചെയ്യുക വഴി നിങ്ങൾക്കത് ഒരു എക്സസൈസ് തന്നെയാണ്. അതെപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ ഗ്രൂപ്പിൽ പോയിട്ട് റീഡിങ് കേൾക്കാം. ഒന്നിൽ കൂടുതൽ ചാംസ് ആയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ കൺഫ്യൂസ് ആയിട്ടുള്ള 2 ഗ്രൂപ്പുകളിലെയും റീഡിങ് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസും ഒരാൾക്ക് തന്നെ ആയിരിക്കില്ല എല്ലാ മെസ്സേജസും, പല ആളുകളുടെയും എനർജി വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം നമ്മൾ സ്വീകരിക്കാം. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് വ്യക്തിഗത റീഡിങ്ങുകൾ വേണം, ഇൻഡിവിജ്വൽ റീഡിങ്ങുകൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം. ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മലയാളത്തിലാണ് റീഡിങ് വേണ്ടതെങ്കിൽ നിങ്ങൾ പറയണം, മലയാളത്തിലാണ് വേണ്ടത് എന്ന് എന്നോട് പറയണം. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്നിൽ നിന്ന് മലയാളം റീഡിങ് സ്വീകരിച്ചിട്ടുള്ളവരോടും ഇംഗ്ലീഷ് റീഡിങ് സ്വീകരിച്ചിട്ടുള്ളവരോടൊക്കെ ഞാൻ പറയണേ,
എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസിലും പിന്നെ ആ ഒരു ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റേറ്റിലൊന്നും മാറ്റം വന്നിട്ടില്ല, പക്ഷേ ആ നിർദ്ദേശങ്ങളിലും കാര്യങ്ങളിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ അയച്ചു തന്ന അതേ ഡോക്യുമെൻ്റ് അല്ല ഇനി അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇനി റീഡിങ് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് അയച്ചു തരാം. അപ്പോൾ ആ പുതിയ അയക്കുന്ന ഡോക്യുമെൻ്റ് നിങ്ങൾ ഇരുന്ന് വായിക്കണം കേട്ടോ. അതിലെല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ റീഡിങ്ങിൻ്റെ കാര്യം ഇങ്ങനെ എന്താ പറയുക, റീഡിങ് റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അയച്ചു കഴിയുമ്പോൾ ആ ഡോക്യുമെൻറ്റിലുള്ളത് തന്നെയാണ് എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ഇരുന്ന് വായിച്ചാൽ മതി. കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാനത് എന്താ പറയുക എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, പക്ഷെ വായിക്കാതിരിക്കരുത്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടൈപ്പ് ഓഫ് റീഡിങ്ങും പിന്നെ അതിൻ്റെ പ്രൈസും നോക്കിയിട്ട് പിന്നെ നേരെ വരികയാണ്. ഗൈഡ് ലൈൻസ് ഒന്നും അങ്ങനെ ഇരുന്ന് വായിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ വേണം. അപ്പോൾ നിങ്ങളത് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ് കൃത്യമായി ഇരുന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്താ പറയുക റീഡിങ് ബുക്ക് ചെയ്യൂ. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പാൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പേപ്പാൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുക. ഓക്കെ, ഇന്ത്യക്ക് അകത്തുള്ളവർക്ക് ഗൂഗിൾ പേ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടുമല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഓക്കെ, പണം അടയ്ക്കുന്നതിനായിട്ട്. അപ്പോൾ എന്താ പറയുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും യാതൊരു കാരണവശാലും ഞാൻ ഷെയർ ചെയ്യില്ല. അത് സെക്യൂരിറ്റി റീസൺസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ നിങ്ങളത് അതൊക്കെ ഞാൻ ഓൾറെഡി എന്താ പറയുക ഈ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് വായിക്കുക. എനിക്ക് കുറച്ച് 2-3 പേരായിട്ട് എന്നോട് ഇങ്ങനെ എന്താണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാനത് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അത് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്കതില്ല, അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ആപ്പ് വഴി പറ്റുമോ, എനിക്ക് അതൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ മലയാളികളാണല്ലോ ഉള്ളത്. നമ്മുടെ ഒരു ഇന്ത്യൻ ടൈം ഒരു കാലത്ത് നിങ്ങൾക്കൊരു 6 മണി തൊട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. പക്ഷേ രാത്രി മാക്സിമം പോയ 11 മണി, അതിനുള്ളിൽ നമ്മൾ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ബുക്കിംഗ് അതിന് മുന്നേ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് റീഡിങ്ങാണ് വേണ്ടത്, എന്താ വേണ്ടതെന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റുക. ഓക്കെ, കാരണം 11 മണിക്ക് ശേഷം ഞാൻ യാതൊരു വിധത്തിലുള്ള ബിസിനസ് എൻക്വയറീസും ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. പിറ്റേ ദിവസം ഒരു 6 മണി 7 മണിയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതും മനസ്സിൽ വയ്ക്കുക. പിന്നെ വേറെന്താ പറയാനുള്ളത്, എനിക്ക് തോന്നി കുറച്ച് എന്താ പറയുക, മലയാളത്തിൽ ഞാൻ ഈ അടുത്താണ് പേഴ്സണൽ റീഡിങ്സ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ കുറേ പേർക്ക് പല സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഈ ഒരു റീഡിങ് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ കരിയർ അല്ലെങ്കിൽ ലവ് ലൈഫ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരാഴ്ച എങ്ങനെയായിരിക്കും, ഇനി വരുന്ന വർഷം എങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ റീഡിങ്സൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സബ്സ്ക്രിപ്ഷൻ ഫോർമാറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും എഗെയിൻ ഞാൻ തരുന്ന ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും, അതിരുന്ന് വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാസം കൃത്യം അതിൽ പറഞ്ഞ പൈസ അടച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക മാസത്തിൻ്റെ ഓരോ മാസത്തിനുള്ള ഗൈഡൻസ് ആണ് വേണ്ടതെങ്കിൽ ആ മാസം ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. അത് വർഷമാണെങ്കിൽ ആ വർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന് കുറച്ച് വേറെ കുറേ എന്താ പറയുക ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇരുന്ന് വായിക്കന്നെ വേണം. വായിച്ചിട്ട് അതിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കുക, അല്ലാതെ വായിക്കാതെ അതിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കരുത്. കാരണം ഞാൻ ഒരേ സമയം നിങ്ങളോടും സംസാരിക്കേണ്ടാവും, വേറെ ആളുകൾക്ക് റീഡിങ് റിക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പിന്നെ പേഴ്സണൽ റീഡിങ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കളക്റ്റീവ് റീഡിങ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം എനിക്ക് എന്താ പറയുക, അപ്പോൾ അതിനാണ് ഞാൻ ഈ ഡോക്യുമെൻ്റ് ഒക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് കഴിഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് ഓക്കെയാണ്. പക്ഷേ അതിലുള്ള കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ അത് എൻ്റെ സമയം അതിനായിട്ട് മാറ്റി വയ്ക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണമാണ് ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയാണ് എനിക്കിപ്പോൾ ഓർമ്മയിലുള്ളത്. ഓക്കെ, അതെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഞാൻ യെസ് ഓർ നോ റീഡിങ്സ്, അതായത് കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ യെസ് ഓർ നോ റീഡിങ്സ് ചെയ്യാറില്ലായിരുന്നു. അതായത് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടങ്ങി അത് ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനത് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ഞാൻ എൻ്റെ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യെസ് ഓർ നോ റീഡിംഗ് വേണം. അപ്പോൾ അങ്ങനെ വെച്ചാൽ യെസ് ഓർ നോ ആൻസർ ഉണ്ടാവും, പിന്നെ ഒരു ഗൈഡൻസും ഉണ്ടാവും. ഓക്കെ,
അങ്ങനെയാണ് കിട്ടുക. പിന്നെ ഫ്രീ റീഡിംഗ് ഉണ്ട്, എല്ലാവർക്കും ഫ്രീ റീഡിംഗ് ഉണ്ട്. പക്ഷേ ഒരിക്കലേ കിട്ടുള്ളൂ, ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ റീഡിംഗ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഫ്രീ റീഡിംഗ് മാക്സിമം 8 മിനിറ്റാണ്, അതിന് കൂടുതൽ സമയം ഉണ്ടാവില്ല, മാക്സിമം 8 മിനിറ്റ്. ഞാൻ സമയത്തിനനുസരിച്ചിട്ടാണ് റീഡിങ്ങുകളെ തരംതിരിച്ചിരിക്കുന്നതും. അതായത് 8 മിനിറ്റിൻ്റെ 15 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ്, 1 മണിക്കൂർ, അങ്ങനെ. അത് ഒരു ചോദ്യത്തിനാണ് ഈ പറഞ്ഞ കാറ്റഗറി. ഇനി 2 ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 15 മിനിറ്റ് 2 ചോദ്യങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 15 മിനിറ്റ്, രണ്ടാമത്തെ ചോദ്യത്തിന് 15 മിനിറ്റ്, അങ്ങനെ മൊത്തം 30 മിനിറ്റിൻ്റെ റീഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ 2 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റും റീഡിങ്ങും ഉണ്ട്. ഓക്കെ, പിന്നെ 30 മിനിറ്റ് വരെ ഉണ്ട്. അതായത് 1 മണിക്കൂർ മൊത്തത്തിലുണ്ടാവും. ഒരു ചോദ്യത്തിനും അരമണിക്കൂർ, രണ്ടാമത്തെ ചോദ്യത്തിന് അരമണിക്കൂർ, അങ്ങനെ. പിന്നെ 2 തരത്തിലാണ് റീഡിംഗ് ഡെലിവറി ഉള്ളത്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 2 തൊട്ട് 7 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുക. അതാണ് സ്റ്റാൻഡേർഡ് ഡെലിവറി ടൈം എന്ന് പറയുന്നത്. അല്ല, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ 24 മണിക്കൂറിനുള്ളിലും നമ്മൾ റീഡിംഗ് പ്രൊവൈഡ് ചെയ്യും. അതിൽ സെപ്പറേറ്റ് ചാർജാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ സീറ്റാരോ സോൾ ട്രൈബ് ബേസിക് മെമ്പർ ആണ് എങ്കിൽ, അതിൽ മെമ്പർഷിപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10% ഇളവുണ്ടായിരിക്കും. ഓക്കെ, സാധാരണ റേറ്റിനേക്കാളും 10% ഇളവുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, തലക്കെട്ടോട് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ റീഡിംഗ് ബുക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ തെറ്റിപ്പോവരുത്. ഓക്കെ, പിന്നെ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പറും. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ളവരാണ് റീഡിംഗ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് റീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ റീഡിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻഡ്യൂറ്റീവ്ലി നിങ്ങളുടെ ചാം ഇതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാം ചൂസ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ മനസ്സിരുത്തി കുറച്ച് സമയം ഒരു കണ്ണടച്ച് നിങ്ങളുടെ ചാം ഏതാണെന്ന് ചൂസ് ചെയ്യാം. ഹലോ ഗ്രൂപ്പ് 1, ഈ ഒരു ചാമാണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കൂ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. നിങ്ങൾ ഗ്രൂപ്പ് 1 വരുന്നവരാണ്, നിങ്ങളുടെ റീഡിംഗ് നോക്കാം. നമുക്ക് നോക്കാം ഈ പൗർണമിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ പൗർണമി ദിവസം അല്ലെങ്കിൽ ഈ പൗർണമി, നവംബർ മാസത്തിലെ പൗർണമി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ഈ പൗർണമി ദിവസം നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്, എന്തിൽ നിന്നൊക്കെയാണ് നിങ്ങൾ വിടുതൽ നേടേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഈ പൗർണമിയിലൂടെ ഗ്രൂപ്പ് 1 ഏതൊക്കെ എനർജിയിൽ നിന്നാണ് വിടുതൽ നേടേണ്ടത്, അവരെന്തിൽ നിന്നൊക്കെയാണ് മൂവ് ഓൺ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജൊക്കെ വേഗം വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെ കുറവാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും നേരിടാനുള്ള ശക്തി, മനക്കട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, മനസ്സിന് ആ ഒരു കരുത്തുണ്ട്, ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ആ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻസും നിങ്ങൾ തന്നെ കണ്ടു തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഭയമാണ് കൂടുതൽ. എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ലേ, എന്താ പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമോ, അങ്ങനെ, മനസ്സിലായോ? അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വേണം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് സാഹചര്യത്തിലും അത് ഫേസ് ചെയ്യാൻ, അതിനെ നേരിടാനുള്ള ശക്തി, മനഃശക്തി എനിക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ആ ആത്മവിശ്വാസം ഇല്ലായ്മയിൽ നിന്ന്, ആ ഭയത്തിൽ നിന്നാണ് നിങ്ങൾ വിടുതൽ നേടേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അത്ര വലിയ നേട്ടങ്ങളായിരിക്കില്ല, ചെറിയ ചെറിയ നേട്ടങ്ങളായിരിക്കും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ ഒന്ന് അക്നോളജ് ചെയ്യുന്നില്ല. ആ ഒരു നേട്ടം ഉണ്ടാവുമ്പോൾ ഈശ്വരനോട് നന്ദി പറയുക, അതിലൊന്ന് സന്തോഷിക്കുക. ഓക്കെ, അതിലൊന്ന് അഭിമാനിക്കുക. അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട്. അത് നേടിയെടുത്താൽ മാത്രമാണ് നിങ്ങൾ വിജയിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ
നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ നേട്ടങ്ങൾ നിങ്ങൾ അത് വകവയ്ക്കുന്നില്ല. ഓക്കെ, നിങ്ങളതെന്താ വെച്ചാൽ ഓക്കെ അത് സംഭവിച്ചു, ശരി, സന്തോഷം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ടൊരു നന്ദി പറയുക, അവരെ കുറിച്ച് അഭിമാനിക്കുകയും വേണം, അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അതുമാണ് ആ ഒരു ടെൻഡൻസി നിങ്ങൾ ഒഴിവാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾക്ക് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ തന്നു തുടങ്ങും. ഓക്കെ, ഈ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടും. ഈശ്വരൻ അവിടെ പരീക്ഷിക്കുന്നത് നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്, നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഈശ്വരൻ തരുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈശ്വരൻ അവിടെ പരീക്ഷിക്കുന്നത്. അപ്പോൾ പരീക്ഷണങ്ങൾ കുറച്ചുണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്നാണിത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ തരും. നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മനസ്സിലുള്ള തീവ്രമായ ആഗ്രഹം നിങ്ങൾക്ക് എപ്പോൾ തരണം, എങ്ങനെ തരണം എന്ന് യൂണിവേഴ്സ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ചെറിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ വില വയ്ക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സമയമെടുക്കും. ഓക്കെ, കാരണം ഈശ്വരൻ നോക്കുമ്പോൾ നിങ്ങൾ ആ അനുഗ്രഹത്തിനൊന്നും ഒരു വില കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കണക്കിന് നിങ്ങൾ വലിയ തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് കാര്യമായ വിലയില്ല. ഓക്കെ, നിങ്ങൾ അതിനും ഒരു വില കൊടുക്കുന്നില്ല. നിങ്ങളത് എന്താ വെച്ചാൽ അവിടെ ഒരു ഈശ്വരനോടൊരു നന്ദി പറയുന്നില്ല, അല്ലെങ്കിൽ സ്വയം അഭിമാനിക്കുന്നില്ല. അതായത് ആ നേടിയെടുത്തു എന്ന അഭിമാനം കാണുന്നില്ല. അപ്പോൾ വലിപ്പം ചെറുപ്പം നോക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ, അനുഗ്രഹങ്ങൾ, അതൊക്കെ നിങ്ങൾ അതിനോടൊക്കെ ഈശ്വരന് നന്ദിയും പറയണം. നിങ്ങൾ അതിൽ അഭിമാനിക്കുകയും വേണം. ഓക്കെ, അപ്പം മാത്രമാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടെൻഡൻസിയിൽ നിന്ന് നിങ്ങൾ എന്ത് വേണം, വിടുതൽ നേടണം. എന്താണ് ഗ്രൂപ്പ് 1 റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ? നിങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്ത് പറയല്ല കേട്ടോ, പക്ഷേ ഞാൻ കാണുന്നതാണ്. നിങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല. അത് ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വേഗം നടക്കണം. അത് ഇന്ന് ആഗ്രഹിച്ച പിറ്റേ ദിവസം തൊട്ട് ഇരിക്കുകയാണ്, എന്താ നടക്കാത്തതെന്ന് വെച്ചിട്ട്. ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ശരി തീവ്രമായി ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ചിലർ ബുക്കിൽ എഴുതാവുകയും ചെയ്യുക, നടന്ന് കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ അവർ കണ്ണാടിയുടെ മുന്നിൽ നോക്കി പറയാവും ചെയ്യുക. എന്ത് മാനിഫെസ്റ്റേഷൻ മെത്തേഡായാലും നല്ലതാണ്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. അതിനോടൊപ്പം അതേ പ്രാധാന്യമുള്ള കാര്യമാണ് ആ ഒരു കാര്യം നടക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യണം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഓക്കെ, ഇപ്പം ഞാനൊരു വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക് പറയാം. അതായത് മെജോറിറ്റി ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് ലവ് ലൈഫ്, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ണാടി മുന്നിൽ നോക്കി വേണ്ട, ഞാൻ എൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടി, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജീവിത പങ്കാളിയാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ഉള്ളൂ. പിന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ തന്നെ കുറേ വിമർശിക്കുക, നിങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. നിങ്ങൾക്കറിയാം അവർ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആളുകളുടെ കൂടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്ത് അവരെന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, എന്നെ വിലയില്ലാണ്ടാണ് കാണുന്നത്. എന്നാലും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും നിങ്ങൾ നൽകുന്നില്ല. ഓക്കെ, നിങ്ങളത് ചെയ്യുന്നേ ഇല്ല. അത് ചെയ്യാതെ പക്ഷെ നിങ്ങൾ എന്നിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി, അവരുമൊത്തൊരു ജീവിതം. പക്ഷെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്വന്തം ആ ഒരു വില, ഓക്കെ, ആ വാല്യൂ തിരിച്ചറിയാത്തടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി വന്നാൽ പോലും എന്തുണ്ടാവും, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം വരില്ല. നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത്, സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ സ്നേഹിക്കുക. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മളൊരാളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫിലേക്ക് ഒരു വ്യക്തിനെ, നമ്മുടെ ജീവിത പങ്കാളിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ റിലേഷനും ആ ലൈഫും എന്ന് പറയുന്നത് നമ്മളെ തന്നെ കാണുന്നതിൻ്റെ ഒരു പ്രതിഫലനാണ്. ഓക്കെ, നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ, നമുക്ക് തന്നെ കൊടുക്കുന്ന കരുതലിൻ്റെ പ്രതിഫലനാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ വേറൊരു കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായ വർത്താനം വിധിയല്ല. ആ വിധി വരുന്നത് എങ്ങനെയാണ്, നമ്മൾ സ്വയം ചിന്തിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് നിന്ന് കൊടുക്കുക എന്ന് പറയില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഈശ്വരനോട് നിങ്ങൾ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയ്ക്ക് അർഹതയുള്ളൂ. ഓക്കെ, എന്നെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, എന്നെ മറ്റുള്ളവർ വിലയില്ലാണ്ട് കാണുന്നത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിലൊക്കെ ഓക്കെയാണ് എന്നാണ്. അപ്പോൾ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയും നിങ്ങൾക്ക് ഒരു വിലയും തരില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിൽ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും കരുതലും തരില്ല. കാരണം നിങ്ങളത് അതിലൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചിലർ എന്നോട് പറയുന്നൊരു കാര്യമാണ് പറയുമ്പോൾ, ഈ
ഇങ്ങനെ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇത്തരം ആളുകളായിട്ട് നമ്മൾ എന്താ പറയുക റിലേഷൻ കീപ്പ് ചെയ്ത് അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് വെക്കണം, അകലം പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുന്നതാണ് കുടുംബത്തിലുള്ളവർ തന്നെയാണ് ചെയ്യുന്നത്, അവരായിട്ട് എങ്ങനെ നമ്മൾ അകലം പാലിക്കും? അകലം പാലിക്കണം, മനസ്സിലായോ? നമ്മുടെ ജീവിതമാണ് അല്ലേ, നമ്മുടെ ജീവിതം നന്നായി ജീവിക്കണം എന്നല്ലേ നമുക്ക് ആഗ്രഹമുള്ളൂ. നമ്മുടെ ജീവിതം നല്ല സന്തോഷമുള്ളതായിരിക്കണം, നല്ല സമാധാനമുള്ളതായിരിക്കണം, നമുക്ക് സംതൃപ്തി തരുന്നതായിരിക്കണം. അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ എന്താ പറയുക സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. ഈ ലോകത്ത് നിങ്ങളെക്കാൾ കൂടുതൽ വേറെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്നതിൽ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളെ സ്നേഹിക്കുള്ളൂ. അത്രയും വേറൊരാൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മളായിട്ടൊരു പ്രശ്നമില്ലാണ്ടിരിക്കുക, പിന്നെ എന്താ പറയുക എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു മോറൽ വേണം, ഒരു വാല്യൂ ഒക്കെ വേണം, ഒരു പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ആ ഒരു മാന്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിനെ ബോധിപ്പിക്കാനുള്ളൊരു ജീവിതമായിരിക്കരുത്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനുള്ളൊരു ജീവിതം ആയിരിക്കരുത്. അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ ജീവിക്കുന്നത്. എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾ സമൂഹത്തിനെ ബോധിപ്പിച്ച് ജീവിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. നിങ്ങൾ അവിടെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അവിടെ ഒരുപാട് വേദനകളുണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമേ അല്ല. പക്ഷേ സമൂഹത്തിന് വേണ്ടി സമൂഹം എന്ത് പറയും എന്നാലോചിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ശരിയാണ്, നല്ല പേര്, നന്നായി പോകുന്നു, നല്ല കുട്ടി അല്ലെങ്കിൽ നന്നായി ജീവിക്കുന്നു എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് സ്വയം അറിയാം നിങ്ങൾ അതിലെന്തോരം വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ടും അവിടെ നിന്ന് നമ്മുടെ മാറി ചിന്തിക്കണം. കുറച്ച് എളുപ്പമില്ല. നമ്മളതിനെ മാറി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിമർശനങ്ങളാണ് ആദ്യം കേൾക്കുക. പലതും കേൾക്കും. ഓക്കെ, നമ്മൾ വളരെ സെൽഫിഷാണെന്ന് കേൾക്കും, നമ്മൾ വളരെ കഠിന ഹൃദയരാണെന്നൊക്കെ കേൾക്കും. അവരൊക്കെ പറഞ്ഞോട്ടെ, കാരണം നമ്മുടെ ജീവിതമാണ്, നമ്മൾക്ക് ഈ ഒരു ജീവിതമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ജന്മങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിയാണ്, അതുണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ജന്മം ഏറ്റവും നന്നായി ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്താതെ നന്നായി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ, അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുക, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ച് നമ്മൾ ജീവിക്കാൻ നിൽക്കാമെന്ന് വിചാരിക്കൂ. അതായത് ആ വ്യക്തി നമ്മളെ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കാമെന്ന് വിചാരിക്കൂ. അപ്പോഴും നമ്മുടെ ജീവിതം സുഖാവില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളോട് പ്രത്യേകം പറയണം എന്നെനിക്ക് തോന്നി, അപ്പോൾ ഞാൻ പറയാണ്. അതുപോലെ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നടക്കാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കുമ്പോഴേ അത് നമുക്ക് ഗുണമാവുള്ളൂ. മനസ്സിലായോ? അതിനാണ് ഡിവൈൻ ടൈമിംഗ് എന്ന ടാരോ റീഡിങ്ങിലൊക്കെ പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആ സമയത്ത് നടക്കുമ്പോഴാണ് അത് നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് നടക്കാൻ ഇത്ര സമയം എടുത്തത് എന്ന് നിങ്ങൾക്ക് ഇതിനുള്ളിൽ തോന്നും. അപ്പോൾ ക്ഷമ നമുക്ക് വേണ്ടതാണ്. നമ്മൾ എത്രത്തോളം യൂണിവേഴ്സുമായി കണക്റ്റഡ് ആണ്, യൂണിവേഴ്സിൻ്റെ ആ ഒരു നമുക്ക് യൂണിവേഴ്സായി കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, പിന്നെ യൂണിവേഴ്സിൻ്റേതായ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ഡിവൈൻ ടൈമിംഗ്, അതിനോടൊക്കെ നമ്മൾ എത്രത്തോളം പേഷ്യൻസ് കാണിക്കുന്നോ അത്രയും നമുക്ക് ഗുണമാണ് ഉണ്ടാവുക. ഓക്കെ, ചുറ്റുമുള്ളവർ നമ്മളെങ്ങനെ റഷ് ചെയ്യുന്നുണ്ട്, വേഗം വേണം, എന്താ നടക്കാത്ത അങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് ഒരു അകലം പാലിക്കുക. നമുക്ക് മനസ്സമാധാനം തരാത്തവരായിട്ട് അകലം പാലിക്കുക. അതായത് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, അവരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ പരമാവധി കുറയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ ഒരു കമ്പനി എയിൽ നിങ്ങൾ ജോലി ആഗ്രഹിച്ചു, പക്ഷേ ഈശ്വരൻ കൊണ്ടുവരുന്ന ജോലി കമ്പനി ബിയിലാണ്. അപ്പോൾ എയിലല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ജോലി എടുക്കില്ല എന്ന് പറയരുത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സാലറി എല്ലാം ഉണ്ട്, പക്ഷേ കമ്പനി എയിലല്ല, കമ്പനി ബിയിലാണ് കൊണ്ടുവന്നത്, അവിടെ നിന്നാണ് ജോലി വന്നത്. അപ്പം എനിക്ക് താല്പര്യമില്ല, ഞാൻ ആ കമ്പനി എയിലത്തെ ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചത്, അതിനാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്, അപ്പോൾ ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ പ്ലാനിന് എതിരെ പോവാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് നല്ലത് കമ്പനി ബിയിലത്തെ പൊസിഷനാണ്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നും എനിക്ക് ഈ കമ്പനിയിലായിരിക്കും, ഞാൻ നല്ല ജോലിയായിരിക്കും, എനിക്ക് നല്ല സുഖമായിരിക്കും. പക്ഷേ ഈശ്വരനെ എല്ലാം അറിയാമല്ലോ, ഈശ്വരൻ മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കറിയാം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈശ്വരനാണ് നമുക്ക് എന്ത് ചെയ്യണേ? ഈ കുട്ടിക്ക്, ഈ വ്യക്തിക്ക് കമ്പനി ബിയിലെ ജോലിയാണ് നല്ലത്, അപ്പോൾ ഇതാ പിടിച്ചോളൂ എന്നിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വേണ്ട, എനിക്കിതല്ല വേണ്ട, എനിക്ക് മറ്റേത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നാലും
എന്തുണ്ടാവും, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അനുഗ്രഹങ്ങളെ ഒന്നും അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളവിടെ യൂണിവേഴ്സിൽ മുഴുവനായിട്ട് സറണ്ടർ ചെയ്തിട്ടില്ല. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ആ ഒരു ഹിതം നടപ്പിലാക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ അവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അത് ശരി, അതല്ല, അങ്ങനെയല്ല നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ചെയ്യേണ്ടത്. ശരിയായ രീതി അങ്ങനെയല്ല. ഓക്കെ, യൂണിവേഴ്സിൽ അത്രയും വിശ്വാസമാണ്, ഈശ്വരനിൽ. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈശ്വരൻ, നിങ്ങൾ വിളിക്കുന്ന ഈശ്വരൻ, നിങ്ങളുടെ ഈശ്വരനിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഞാനിപ്പോൾ ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാനിങ്ങനെ കേട്ട ഒരു ലൈനാണ്, ഞാൻ പറയാറുള്ളതുമാണ്, വിശ്വാസത്തിനനുസരിച്ചാണ് ഫലം. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ ഫലം കാണുക. ഓക്കെ, അല്ലെങ്കിൽ എന്തിൽ വിശ്വസിക്കുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫലം കാണുക. നമ്മൾ നല്ലതിൽ വിശ്വസിച്ചാൽ അതുപോലെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണും. നമ്മൾ മോശമായ കാര്യങ്ങളിൽ വിശ്വസിച്ചാൽ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരിക. നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഫലം. ഇനി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം എന്താണ്. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ജീവിതത്തിൽ അർഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൂല്യം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അർഹിക്കുന്നത്, അതൊരു വ്യക്തിയുടെ രീതിയിലാണെങ്കിലും എന്തിലും നമ്മൾക്ക് അർഹിക്കുന്നത് എന്താണ് ഒരു പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റുള്ളവർ പറയും അത്രയും വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട, അതൊക്കെ നടക്കുന്നുണ്ട് ഉറപ്പ്, ചെറുതായിട്ട് ആഗ്രഹിക്കുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇല്ലേ, കുന്നോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിനൊരു പരിധി നമ്മൾ വെക്കരുത്. എല്ലാം പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആഗ്രഹം അല്ലെങ്കിൽ എന്ത് പറയുമ്പോഴും മറ്റുള്ളവർക്ക് ദോഷം വരാത്ത തരത്തിൽ. ഓക്കെ, അതെപ്പോഴും വേണം. ആ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. മറ്റുള്ളവർക്ക് ദോഷം വരുന്നുണ്ട്, നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരികയാണ്, മറ്റൊരാൾക്ക് ദുഃഖം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം, അറിഞ്ഞിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം തന്നെയാണ് ചെയ്യുക, അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, റീഡിങ്ങിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു പരിധി വെക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടായിരിക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും വളരെ വലുതായിരിക്കണം. അതെല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ചുറ്റുള്ളവർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊന്നും നിങ്ങൾ നോക്കുന്നു വേണ്ട, അതൊന്നും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും കൂടുതൽ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകളുടെ ഒരു രീതി സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടാണ് ഒരാൾ എത്രത്തോളം സ്വപ്നം കാണണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്രയാണുള്ളത്, അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി എന്ന രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് നമ്മളോട് ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുള്ളവരൊക്കെ അങ്ങനെ പറയാം, നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഉള്ളതെന്ന് പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ നോക്കണ്ട, അത് എന്തിലേലും കിട്ടുന്നതിൽ നോക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്നതിൽ നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ അവരുടെ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ്റെ മുകളിലേക്ക് പോയി നോക്കി നോക്കൂ, അപ്പോൾ ഇവരുടെ ശരിയായ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചിലർ വളരെ ഹാപ്പി ആയിരിക്കും, അവർ വളരെ നമ്മളെക്കുറിച്ച് അഭിമാനിക്കും, അവർ പറയും വളരെ സന്തോഷമായി, നീ അത് നേടിയെടുത്തു, എനിക്കത് വളരെ സന്തോഷം, അങ്ങനെ ചെയ്യണമായിരുന്നു. അങ്ങനത്തെ ആളുകളെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം. എന്നാൽ ചിലരുണ്ടാവും ഇതൊക്കെ വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടാവുമോ, അത് ഞാൻ പറയുന്നു പക്ക അസൂയാണ്, വേറൊന്നുമല്ല. അതിൻ്റെ ഒരു വേർഷനാണ് അവർ. എനിക്ക് അസൂയാണ് എന്ന് പറയുന്നില്ല, പക്ഷെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടാവുമോ, അത് നല്ലതാണോ, അവരൊക്കെ നോക്കിയിട്ടൊക്കെ പൊക്കോളോ. അതായത് നമുക്കെന്തോ ചക്കിയിട്ടപ്പോൾ മുയൽ ചത്തതാണ് എന്നുള്ള ഭാവത്തിലൊക്കെ ഉള്ളൊരു വർത്തമാനമൊക്കെ ഉണ്ടാവും. ചിലവർക്ക് വളരെ ദേഷ്യം തന്നെ വരും. ഓക്കെ, അതവർ പ്രകടമായിട്ട് കാണിക്കും, എനിക്ക് നിങ്ങൾ ഉയർന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്രകടമായിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് നമ്മുടെ ചുറ്റും. അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടത്, നമ്മുടെ മൂല്യം എന്താണ്, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന, നമ്മൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് മാത്രമേ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടുള്ളൂ. ചില സുഹൃത്തുക്കളുണ്ട്, എങ്ങനെയാണ്, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തായിരിക്കും, നമ്മൾ അവർക്ക് വേണ്ടി എന്തും അവരേത് അവസരത്തിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ തിരിച്ച് അതുണ്ടാവില്ല. തിരിച്ച് അവരെങ്ങനെയാണ്, നമുക്കൊരു സങ്കടം വരുമ്പോൾ, നമുക്കൊരു വേദന വരുമ്പോൾ അവർ ഈ പരിസരത്ത് ഉണ്ടാവില്ല. ഓക്കെ, അവരുടെ ജീവിതമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ നല്ലത് വരുമ്പോൾ നമ്മളെ ഓർക്കൂല, വിഷമം വരുമ്പോൾ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ ഞാനിപ്പോഴും പറയും, എൻ്റെ സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഇന്നത്തെ പ്രാവശ്യം ഈ വ്യക്തി വരുമ്പോൾ പറയും ഞാൻ ദൈവമല്ല കേട്ടോ എന്ന്.
നമ്മൾ സാധാരണ ദൈവത്തിൻ്റെ അടുത്താണല്ലോ വിഷമം വരുമ്പോൾ കൂടുതൽ ഒരു മെജോറിറ്റി രീതി അങ്ങനെയല്ലേ, വിഷമം വരുമ്പോഴാണ് ഈശ്വരനോട് പോയിട്ട് കൂടുതലെടുക്കുന്നത്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് പറഞ്ഞു വെക്കാൻ പറയും. ഓക്കെ, അത് ഞാനൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്, പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. ചുറ്റുമുള്ളവർ പറഞ്ഞതിൻ്റെ ബേസിലായിരിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതം എന്തായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിൻ്റെ അനുസരിച്ചായിരിക്കരുത്, അത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചായിരിക്കണം. അപ്പോൾ അവിടെ അതാണ് ആ ഒരു ടെൻഡൻസി നിങ്ങളിൽ കാണുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടണം. പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ട്. ഓക്കെ, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കാര്യങ്ങൾ നേടിയെടുത്ത് തരാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കോ ഡിപ്പെൻഡൻസി, മറ്റുള്ളവരിൽ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അത് എന്താ പറയുക, നമ്മുടെ ആളുകളിൽ മിക്കരിലും ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് നമ്മളിൽ ഒരു മനുഷ്യ പരിധി വിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. നമ്മൾ ഒരു വ്യക്തിയിൽ ഒരു പരിധി വിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ആത്മവിശ്വാസം നമ്മൾ ആദ്യം പറഞ്ഞു ഇല്ലേ, നിങ്ങൾക്ക് ആ ആത്മവിശ്വാസം നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെക്കൊണ്ട് എന്ത് സാധിക്കും, ഞാൻ ഒരാളെ ചോദിച്ചാൽ എന്താ നടക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾക്ക് അതിനുള്ള അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു കഴിവുള്ളവരെ തന്നെയാണ് ഈശ്വരൻ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളൂ, ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളൂ. മനസ്സിലായിട്ടില്ലേ? അപ്പം നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതില്ല. നമ്മൾ എത്രയോ പേരെ കാണുന്നു, ചിലപ്പോൾ എന്താ പറയുക, പൂർണ്ണമായിട്ടും ആ ഒരു വളർച്ച എത്താത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വൈകല്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ശരീരം കിട്ടാത്ത എത്ര പേരുണ്ട്. പക്ഷെ അവർ നേടിയെടുക്കുന്ന നേട്ടങ്ങളുണ്ട് ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മുടെ പേപ്പറിലൊക്കെ വരും. അതെങ്ങനെയാണ് അവർക്ക് സാധിക്കണേ? അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അത്ര പോലും ആരോഗ്യമുള്ള ശരീരം പോലും ഉണ്ടാവില്ല അവർക്ക്, എന്നിട്ടാണ് അവർ നേടിയെടുക്കുന്നത്. അപ്പോൾ അതവിടെ മനസ്സിൻ്റെ വിശ്വാസമാണ്, ആ ആത്മവിശ്വാസമാണ്, എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളത് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഈശ്വരൻ കൃത്യസമയത്ത് കൊണ്ടുതരും. ഓക്കെ, ആദ്യമേ സഹായം കിട്ടിയിട്ടേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ, എനിക്ക് സഹായങ്ങൾ വേണം ആദ്യം, എന്നാലേ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നാൽ അവിടെ ഇരുന്ന് പോവും. മനസ്സിലായോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ വിശ്വസിക്കണം, എന്നെക്കൊണ്ട് പറ്റും, ഇതെൻ്റെ ലക്ഷ്യമാണ്, ഇത് ഞാൻ അർഹിക്കുന്നതാണ്, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് നിങ്ങളത് ശ്രമിച്ച് തുടങ്ങുക. ഈശ്വരനെല്ലാം അർപ്പിച്ച് ഈശ്വരനോട് പറയാം, എനിക്ക് വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഈശ്വരൻ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്, എനിക്ക് വേണ്ട സഹായങ്ങൾ കൃത്യമായി ഈശ്വരൻ കൊണ്ടുതരണം, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ആദ്യ പടി എടുത്ത് വയ്ക്കുകയാണ് എന്നുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്ത് തുടങ്ങി നോക്കൂ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഈശ്വരൻ കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോ ഡിപ്പെൻഡൻസി റിലീസ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാവുന്ന, പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. നിങ്ങളതെപ്പോഴും ഓർക്കണം. ഓക്കെ, ഇനി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചില നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു പുതിയ തുടക്കം ഉണ്ട്. ആ പുതിയ തുടക്കത്തിനൊപ്പം ചിലത് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, പുതിയ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പുതിയ സൗഹൃദങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഇപ്പോൾ നിങ്ങൾക്കുള്ള ചില സൗഹൃദങ്ങൾ അവസാനിക്കാം, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയണതെന്ന് വെച്ചാൽ, അവസാനിച്ചതൊക്കെ പോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിൽക്കാൻ അർഹതയില്ലാത്ത വ്യക്തികളും സാഹചര്യങ്ങളുമാണ് നിങ്ങളെ വിട്ടു പോകുന്നത്. എപ്പോഴും അങ്ങനെ വേണം നമ്മൾ കാണാൻ. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു അധ്യായം അവസാനിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി മുന്നോട്ട് പോകുന്ന എൻ്റെ ജീവിതത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവാൻ അർഹതയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചത് എന്ന അങ്ങനെയായിരിക്കണം നമ്മൾ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അധ്യായങ്ങൾ അവസാനിച്ചു പോകുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മൾക്ക് ഒരുപാട് നമ്മുടെ ആ ഒരു മനസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, വിഷമങ്ങളിലൊക്കെ നമുക്ക് കുറവുകൾ ഫീൽ ചെയ്യും. ഓക്കെ, മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് നമ്മൾ പുതിയൊരു കണ്ണിലൂടെയാണ് കണ്ടു തുടങ്ങുക.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുടങ്ങാൻ ഇരിക്കുകയാണ്. ഈ പൗർണമി കഴിഞ്ഞതോടുകൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതിനെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. അതെങ്ങനെ വരുന്നോ അത് യൂണിവേഴ്സിൻ്റെ പ്ലാനാണ്. ഓക്കെ, അതനുസരിച്ച് അതിനെ സ്വീകരിക്കാൻ നിൽക്കുക, നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ആ അവസരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമാകുക. പുതിയ സൗഹൃദങ്ങൾ വരുന്നു. നിങ്ങളുടെ സോൾ ട്രൈബ്, സോൾ ഫാമിലി മെമ്പേഴ്സാണ് ഈ വരുന്ന സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ. അവരെയൊക്കെ സ്വീകരിക്കുക. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഒരു വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ വിജയം എന്തുണ്ടാവുന്ന വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനെ മൊത്തത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെ വേറൊരു കാഴ്ചപ്പാടിൽ നിന്ന് കാണാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറമേ ഉള്ള ലോകത്ത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും. ഓക്കെ, നിങ്ങളെന്ന വ്യക്തിയുടെ ഉള്ളിലും ആ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്, ആ ഒരു റീബർത്ത് സംഭവിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയുണ്ടാവുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിനെ കണ്ട രീതിയിലായിരിക്കില്ല നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും വീക്ഷിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് നൽകുന്ന ഒരു വിജയം നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് സക്സസ് ഞാൻ കാണുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫ് ആവാട്ടോ. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ എങ്ങാനും മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങളത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ ആ സ്നേഹവും കരുതലൊക്കെ കൊടുക്കുന്നു. നിങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ എന്ത് അർഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നതെങ്കിൽ വളരെയധികം സാധ്യതയുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടാനായിട്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ആണ് ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിൽ ഈ പൗർണമി ദിനം, അല്ലെങ്കിൽ ഈ നവംബർ മാസത്തിലെ പൗർണമി കൊണ്ടുവരുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു എന്താ പറയുക, സമാധാനം, നിങ്ങൾ കാത്തിരുന്ന ഒരു സമാധാനമുള്ളൊരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അത് പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലായിരിക്കും കേട്ടോ കുറേ പേർക്ക്. എനിക്ക് അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതിവിടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുമെങ്കിൽ മാത്രം സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് നിങ്ങൾക്ക് എന്താ പറയുക, സമാധാനമുള്ളൊരു സമയം, അല്ലെങ്കിൽ ഒരു പുതിയ എനർജി വരുന്നത്, ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അവരുടെ എനർജിയാണ് ഈ കിങ് ഓഫ് വാണ്ട്സ്. ഓക്കെ, അവർ വളരെ ഒരു ഫയറി എനർജിയുള്ള പേഴ്സണാണ്, ഭയങ്കര എക്സ്ട്രോവേർട്ടായിരിക്കും. അതായത് ആളുകളായിട്ട് പെട്ടെന്ന് സൗഹൃദത്തിലാവാനും അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്താ പറയുക, കൂടുതൽ ആളുകൾ ഉള്ളിടത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. അവർ മറ്റുള്ളവരായിട്ട് ഇടപഴകാനും സംസാരിക്കാനും, അതൊട്ടും പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവിടെ പോയി ഇടപഴകാനും സംസാരിക്കാനൊക്കെ അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അവർ എക്സ്ട്രോവേർട്സ് എന്നാണ് അങ്ങനെയുള്ളവരെ പറയാം. ഓക്കെ, അങ്ങനെ എല്ലാത്ത കാറ്റഗറി ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ സ്മാർട്ടായ വ്യക്തി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെങ്ങനെയാണ്, ഒരുപാട് സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും, ഭയങ്കരമായിട്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്ന ആളുകൾ. അത് കൂടുതൽ എക്സ്ട്രോവേർട്ട് ടെൻഡൻസിയാണ്. പക്ഷേ അതല്ല സ്മാർട്ട്നെസ്. ഓക്കെ, ദയവേത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കുക. സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ വൃത്തിയായി ചെയ്യുന്ന ആളുകളാണ്. അതിനെയാണ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു സാഹചര്യത്തിനെയും വളരെ എന്താ പറയുക, നീറ്റായിട്ട് നല്ല രീതിയിൽ അതിന് അർഹിക്കുന്ന രീതിയിൽ അതിനെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. ആ ഡീൽ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് സ്മാർട്ട്നെസ്. ഓക്കെ, അത് എല്ലാവർക്കും ഉണ്ടാവും, ഓരോരുത്തർക്കും ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തി സ്മാർട്ടല്ല. ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ടോക്കറ്റീവാണ്. ഓക്കെ, അങ്ങനെ അതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അതായത് ചന്ദ്രകണ്ഠ ടാരോട്ട് ഫാമിലിയിലുള്ളവർ ഒരിക്കലും ഒരുപാട് സംസാരിക്കുന്ന ആ വ്യക്തി ഭയങ്കര സ്മാർട്ടാണെന്ന് പറയരുത്. ഇനി നിങ്ങൾ അങ്ങനത്തെ ഉള്ളവരെ കാണുമ്പോൾ പറയാം, ആളൊരു എക്സ്ട്രോവേർട്ടാണല്ലേ, ആൾക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണല്ലേ എന്ന് വേണം നിങ്ങൾ പറയാൻ. ഓക്കെ, അതൊരു സൈഡ് നോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. കാണാനും അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അവരെ ഭയങ്കര ഭംഗിയുള്ള ഫീച്ചേഴ്സും ഒക്കെയുള്ള മുഖത്തോടൊക്കെ കൂടി കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്.
അവരവരിൽ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ഒരാളാണ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സക്സസ്, ആ സക്സസ് വഴി നിങ്ങൾക്ക് ഒരുപാട് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആ ഒരു സമാധാനമുള്ള, വളരെ എന്താ പറയുക, സ്വസ്ഥതയുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒരുപാട് ചാലഞ്ചുകളും ഒരുപാട് കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാഠിന്യമൊക്കെ നല്ലോണം കുറയും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്ന ചില സത്യങ്ങൾ പുറത്തു വരും. ഓക്കെ, അപ്പോൾ ആ സത്യങ്ങളെ നേരിടാനും നിങ്ങൾ തയ്യാറായിരിക്കണം. ചിലർക്ക് ഇതറിയാം, അതായത് അവരെ എന്ത് സത്യമാണ് പുറത്തു വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സത്യം പുറത്തു വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, അത് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സത്യം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സത്യങ്ങളും, ഓക്കെ, ചിലപ്പോൾ അത് അപ്രിയ സത്യങ്ങളായിരിക്കാം, അത് പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. അതിപ്പോൾ ചിലർക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ, ഓക്കെ, അവർ ചിലപ്പോൾ വളരെ സ്നേഹത്തോടെയാവും നിങ്ങളോട് പെരുമാറുന്നത്, പക്ഷെ ശരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹമല്ല എന്നുള്ളതാവും നമ്മൾ കാണുന്നത്. എന്തായാലും ചില വ്യക്തികളുടെ ശരിയായ മുഖം, ചില സത്യങ്ങൾ പുറത്തു വരും. ആ സത്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക. അങ്ങനെയല്ല, അത് വെറുതെ പറഞ്ഞതാവും അല്ലെങ്കിൽ തോന്നിയതാവും, അല്ല, അത് തന്നെയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂൺ ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കണേ. ക്ലാരിഫൈ ദ ക്യൂൺ ഓഫ് കപ്സ് പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ സൈഡ്, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് കുറച്ച് വൾണറബിൾ ആണെന്ന് ഞാൻ പറയും, വീക്ക് എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയാണ്. എന്തൊരു കാര്യം നടക്കുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സങ്കടമാവും വരിക. അത് പക്ഷേ നിങ്ങൾ സങ്കടം വരുന്നത് അത് ദേഷ്യത്തിൻ്റെ ആ എനർജി പുറത്ത് വരുന്നത് അങ്ങനെയാണ്, മനസ്സിലായിട്ടുണ്ടോ? ആ വേദന, ആ ദേഷ്യത്തിൽ നിങ്ങൾക്ക് ആ ദേഷ്യം വരുന്നത് ഒരു വേദനയുടെ ഭാഗമായിട്ടാണല്ലോ, ആ വേദനയിൽ നിന്നാണ് നിങ്ങൾക്ക് ആ സങ്കടം വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഏതൊരു കാര്യവും ഇമോഷണലി ആണ് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നതും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും പ്രതികരിക്കുന്നതും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇമോഷണൽ സൈഡിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാൻ കംപ്ലീറ്റ്ലി ഇമോഷണലായിട്ട് ഇനി ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യില്ല, ഞാൻ എൻ്റെ ആ ഒരു ലോജിക്കൽ സൈഡും ഇമോഷണൽ സൈഡും ഒരു പെർഫെക്റ്റ് ബാലൻസിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇനി പ്രതികരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനായിട്ട് എന്താ പറയുക സ്വയം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ വായിക്കുകയാണ്, എങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ സൈഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും, ഞാൻ പെട്ടെന്ന് വളരെ ഇമോഷണൽ ആവുന്നു, അതിനെനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ഇമോഷണൽ ലോജിക്കൽ ബാലൻസ് നിങ്ങൾ അച്ചീവ് ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയെ മാറും. ഇത്രയും നാൾ നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് പ്രതികരിച്ച നിങ്ങൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൃത്യമായി വിശകലനം ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കും. ഓക്കെ, ചുറ്റുള്ളവർ അത് നോട്ട് ചെയ്യും, നിങ്ങളുടെ ആ ഒരു പ്രതികരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം അത് അവരും നോട്ട് ചെയ്യും. വളരെ എന്താ പറയുക, വളരെ വലിയ വ്യത്യാസമാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ ചിലവർ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു അവസരത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ അവസരത്തിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആ അവസരം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇനി കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അത് വളരെ പെട്ടെന്ന് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വരും. അപ്പോൾ ഇനി നിങ്ങൾ ഒരുപാട് എന്താ പറയണ്ടേ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ചാലഞ്ചസോ ഒന്നും നേരിടേണ്ടി വരില്ല. ഓക്കെ, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശരിയായ രീതിയിലാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടു തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഈ പൗർണമിയിലൂടെ ഇല്ലാണ്ടാവുകയാണ്. ആ പൗർണമിയുടെ എനർജിയിലൂടെ അതൊക്കെ റിലീസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഞാൻ കാണുന്നത്. 4 ഓഫ് സോർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിന് വളരെ സമാധാനം ഉണ്ടായിരിക്കും.
ഓക്കെ, ഇപ്പോൾ വളരെയധികം ടെൻഷനും സ്ട്രെസ്സും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വളരെയധികം എന്താ പറയുക റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിരിക്കും നിങ്ങൾ. പിന്നെ മാത്രമല്ല നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾ ഇപ്പോൾ അതെ നിങ്ങൾ അർഹിക്കുന്ന ഒരു 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 കുറേ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ആ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ അതേ എനർജിയിലുള്ള നിങ്ങളോട് ഫുള്ളി അലൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യൂൺ ഓഫ് കപ്സ് എനർജി ആണെങ്കിൽ ആ വ്യക്തിക്ക് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കാരണമുണ്ട്, ഈ ഡെക്ക് ഞാൻ അവിടെ വെച്ചപ്പോൾ ഈ 2 കാർഡ് മുകളിലത്തെ 2 കാർഡ് ഇങ്ങനെ താഴേക്ക് വന്നു. അതിൻ്റെ കയ്യും ഇങ്ങനെ ഒട്ടി വന്ന പോലെ വന്നു. അപ്പോൾ ഞാൻ പക്ഷെ അത് എടുത്തില്ല. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ചാരിയറ്റാണ്. ആദ്യത്തെ കാർഡ് ചാരിയറ്റാണ്. പിന്നത്തെ കാർഡ് നോക്കൂ, കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷനാണ്. അപ്പം ആ ഒരു എന്താ പറയുക, നമുക്ക് ഒരേ അലൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഒരേ നിലയിലുള്ള വ്യക്തികൾ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഫ്യൂച്ചർ സ്പൗസ് ആണ്, ഡിവൈൻ കൗണ്ടർ പാർട്സ് ആണ്. ആ വ്യക്തി ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലാണ്. അപ്പോൾ വളരെ റൊമാൻറ്റിക്കും സ്വീറ്റും കൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ആയിട്ട് അത്രയും അലൈൻഡ് ആയിട്ടുള്ള ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ള വളരെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി നിങ്ങളായി തന്നെ അംഗീകരിക്കുകയും അത് നിങ്ങളെ ആയി തന്നെ കണ്ട് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഡിവൈൻ കൗണ്ടർ പാർട്ട് പ്രസൻസ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ പ്രസൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് വേണമെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടാം. അതിന് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് നാളൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരുപാട് മാസങ്ങളൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം നമുക്ക് ചാരിയറ്റ് കാർഡാണ് കണ്ടത്. അപ്പോൾ അവരായിട്ടാണ് മുന്നോട്ട് വരുന്നത്, അവരാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്, അവരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലല്ല, അവരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു എന്താ പറയണ്ടേ, ഒരു മെസ്സേജ്, ലാസ്റ്റ് ഫൈനൽ മെസ്സേജാണ് കാണുന്നത്. അങ്ങനെ അപ്പോൾ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ റിലീസ് ചെയ്യണമെന്ന് നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനിൽ പറഞ്ഞു. അത് ഓർത്ത് വയ്ക്കുക, ആ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ ഫോളോ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനും അത് ആസ്വദിക്കാനും സാധിക്കുള്ളൂ. അതൊക്കെ കാലാകാലത്തേക്ക് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഗ്രൂപ്പ് 1-ലത്തെ കളക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ക്ലൂസ് തരൂ. എനിക്കൊരു നാളെ പല കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ചിലർ എന്നോട് പറയുന്നത് ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ട് മലയാളത്തിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കൂ എന്നാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞു, വീണ്ടും പറയുകയാണ്. എനിക്കങ്ങനെ മുഴുവനായിട്ട് മലയാളത്തിലും മുഴുവനായിട്ട് ഇംഗ്ലീഷിലും, അങ്ങനെ ഇംഗ്ലീഷിൽ ഞാൻ മുഴുവൻ റീഡിങ് ചെയ്യുന്നുണ്ട്, ഓഫ് കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ മുഴുവനായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ എന്തുണ്ടാവും അറിയോ, വളരെ ഒരു അച്ചടി ഭാഷ പോലെയാവും. ഇപ്പം തന്നെ ചില വാക്കുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്തത് അച്ചടി ഭാഷയാണോ എന്ന്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വാക്കുകൾ അതിൻ്റെ ഒരു നമ്മളൊരു പ്രൊഫഷണലായിട്ട് കാര്യം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രൊഫഷണലിസം പാലിക്കണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കൊളോക്കിയലായിട്ട് നമ്മുടെ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ചില വാക്കുകൾ, എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് അത് വളരെ ലിറ്ററേച്ചർ സ്റ്റൈലിലുള്ള വാക്കുകൾ, അതായത് അച്ചടി ഭാഷകളാണ്. അപ്പോൾ അതെനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഈ ടാരോയിലത്തെ പല ടേമുകളും എനിക്ക് എന്താ പറയുക, കീവേഡ്സൊക്കെ എനിക്ക് ഓർമ്മയുള്ളത് ഇംഗ്ലീഷിലാണ്. ഞാനത് അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ എനിക്കത് അങ്ങനെ പറയുമ്പോഴാണ് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മെസ്സേജസ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, മലയാളം റീഡിങ് എപ്പോഴും വലിപ്പം കൂടുതലാണ് ഇംഗ്ലീഷിനേക്കാളും. കാരണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലാവണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് 2 3 എണ്ണം വരുമ്പോൾ ഒന്ന് ക്ഷമിക്കുക. അതങ്ങനെ എൻ്റെ രീതി അങ്ങനെയാണ്, മനസ്സിലായോ? ഞാനിങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ എനിക്ക് അത് കൂടെ ഇത് ഇങ്ങനത്തെ വളരെ 1 2 അഭിപ്രായങ്ങളാണ് ഇങ്ങനത്തെ ഒക്കെ വരുന്നത്. എനിക്ക് താല്പര്യമാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസൊക്കെ പറയാം. നോ പ്രോബ്ലം. ഞാൻ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് മാത്രമേ, കമൻറ്റ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വളരെ ബഹുമാനം, റെസ്പെക്റ്റീവായിട്ട് പറയാം. ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാം. അത് അങ്ങനത്തെ മെസ്സേജസിന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ, അതും പറയട്ടെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട്. മലയാളത്തിലുള്ള റീഡിങ്സിന് നല്ല എൻഗേജ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റ്സ്, ഫീഡ്ബാക്കും എനിക്ക് കിട്ടുന്നുണ്ട്.
എനിക്ക് ഓരോരുത്തരോടും ഞാൻ അതിൽ നന്ദി പറയണേ. ഞാൻ വളരെ ഹാപ്പിയാണ് അങ്ങനത്തെ നല്ല നല്ല കമൻറ്റ്സ് കാണുമ്പോൾ. നമുക്ക് വീണ്ടും വീണ്ടും അപ്പോൾ റീഡിങ്സ് ചെയ്യാനൊരു എന്താ പറയുക, ഒരു എനർജി തരികയാണ് അങ്ങനത്തെ ഫീഡ്ബാക്കുകളൊക്കെ കാണുമ്പോൾ. ഓക്കെ, അതിലെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഞാനിപ്പോൾ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ദിവസം കിട്ടിയിട്ടുണ്ട്. അതായത് ചൊവ്വാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. ചൊവ്വാഴ്ച നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം ചൊവ്വാഴ്ച ആയിരിക്കാം. ഓക്കെ, ചൊവ്വാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കാണുന്നു. പിന്നെ കുറച്ച് ഡേറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനന തീയതികളായിരിക്കാം കേട്ടോ. 2, 7, 13, 23, 28. നമുക്കൊരു മാസമേ കിട്ടിയിട്ടുള്ളൂ, ഇംഗ്ലീഷ് മാസം ജാനുവരി. ഓക്കെ, പിന്നെ നമുക്ക് ആൽഫബറ്റ്സ് കിട്ടിയിട്ടുള്ളത് PYA. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യലോ ലാസ്റ്റ് നെയിം ഇനീഷ്യലോ അല്ലെങ്കിൽ മിഡിൽ നെയിം ഇനീഷ്യലോ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 3 ഉണ്ടാവും, ചിലപ്പോൾ അതിൽ 2 ഉണ്ടാവും, ഒരെണ്ണാവും. എങ്ങനെയാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് എടുക്കുക. പിന്നെ നമുക്ക് 3 സീസൺസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മഞ്ഞുകാലമാണ്, ഓക്കെ, ഒന്ന് വസന്തകാലമാണ്, പിന്നെ ശിശിരമാണെന്ന് തോന്നുന്നു. അതെ, ശിശിരകാലം. അതെ, ഞാനെപ്പോഴും ശിശിരകാലം എങ്ങനെയാണെന്നറിയോ മനസ്സിലാക്കിയെടുക്കുന്നത്. ഒരു മലയാളം പാട്ടുണ്ടല്ലോ, എന്താ, ഇലപ്പൊഴിയും ശിശിരത്തിൽ, ആ പാട്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഇലപ്പൊഴിയുന്നു ശിശിരം ഓട്ടം, അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ആത്മവിശ്വാസത്തോടെ പറയട്ടെ. അപ്പോൾ ഈ 3 സീസൺസ് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിൻ്റർ, നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നത് ശരിക്കും ഒരു മഞ്ഞുകാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ. ഇപ്പോൾ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലൊക്കെ നോക്കുകയാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നോക്കുക, അല്ലെങ്കിൽ അമേരിക്ക, കാനഡ, അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ഞ് വീണ് തുടങ്ങുന്ന സമയമാണ്. നവംബർ ലാസ്റ്റ് തൊട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ. മാർച്ച് ലാസ്റ്റോട് കൂടിയാണ് ആ വസന്തകാലം ഒക്കെ വരുന്നത്. യൂറോപ്പിൽ അങ്ങനെയാണ്, അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ വസന്തകാലം കഴിഞ്ഞിട്ട് ആണ് അവിടെ പിന്നെ സമ്മർ സീസൺ വരുന്നു. സമ്മർ സീസൺ കഴിഞ്ഞിട്ടാണ് ഓട്ടം ഫോൾ വരുന്നത്. അപ്പോൾ ഈ സീസൺസ് ഇനിയുള്ള നിങ്ങളുടെ ലൈഫിൽ, അപ്പോൾ നിങ്ങളിതിപ്പോൾ ഈ റീഡിങ് കേൾക്കുന്നത് മഞ്ഞുകാലത്താണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ മഞ്ഞുകാലം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മലയാള മാസം എടുക്കുകയാണെങ്കിൽ വൃശ്ചികം തൊട്ട് കാറ്റ്, ഇലപൊഴിച്ചൽ, വൃശ്ചികം, ധനു, മകരം. അപ്പോൾ തുലാമാസം ലാസ്റ്റ് തൊട്ട് തന്നെ നമുക്കൊരു ഓട്ടം ഫോൾ സീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നാട്ടിലത്തെ. കാരണം ഭയങ്കര കാറ്റും ഇലപൊഴിച്ചിലും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ വൃശ്ചികത്തിൽ ആ കാറ്റ്, അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു വെതറാണ്. പിന്നെ ധനു, മകരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞുകാലം തന്നെയാണ്. അപ്പോൾ ആ മഞ്ഞുകാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, വസന്തകാലം, അതും ഈ വിൻ്ററിന് ശേഷം ഈ വിൻ്റർ, അപ്പോൾ ഈ മഞ്ഞുകാലം, വസന്തകാലം, പിന്നെ അതുപോലെ തന്നെ ഈ ശിശിരകാലം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഈ പറഞ്ഞ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ സീസൺസിലൊക്കെയാണ്. ഓക്കെ, ഈ സീസൺസിലൊക്കെ അതിൻ്റെ ഒരു പീക്ക് ഉണ്ടാവും. അപ്പോൾ ഈ മാറ്റങ്ങളുടെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഈ സീസൺസിലാണ് സംഭവിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മന്ത്സ് എടുക്കുകയാണ്, ഈ വിൻ്റർ സീസൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നവംബർ ലാസ്റ്റ് തൊട്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഓക്കെ, മെയ്, ജൂൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു സമ്മർ സീസൺ ഇതാണ് വരിക. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒരു ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് വരെ. അപ്പോൾ നോക്കിയാൽ മതി. അതായത് ഇനി തൊട്ട് ഈ നവംബർ തൊട്ട് നെക്സ്റ്റ് നവംബർ വരെയാണ് നിങ്ങൾ ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ പിന്നാലെ കണ്ടു തുടങ്ങും. അത് അതിൻ്റേതായ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് റിലീസ് ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും കൂടുതൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മഞ്ഞുകാലം തുടങ്ങി അടുത്ത നവംബർ വരെ നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ അതിൽ സംഭവിക്കുക. അതും ജാനുവരി മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ വരുന്ന ജാനുവരി 2025 നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ദിവസമാണ് മൈ ഡിയർ ഗ്രൂപ്പ് 1. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത ആളെ പേര് ഞാൻ ഓർത്ത് വയ്ക്കാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ആ വ്യക്തി ഗ്രൂപ്പ് 1 ആണ് കേൾക്കുന്നതെങ്കിൽ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് ഫയൽ വേണോ, ചാം വേണോ എന്നുള്ളതും പറയാം. അപ്പോൾ അത് ഞാൻ അതനുസരിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിങ് എന്നിൽ നിന്ന് നിങ്ങൾ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിങ്സ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. മലയാളത്തിൽ റീഡിങ് വേണമെന്ന് എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ തരും. ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മറക്കാതെ കേൾക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്ത് അത് കേൾക്കുക കേട്ടോ. അത് കേട്ടിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് എന്നോട് ചോദിക്കാം. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം.
നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ഞാൻ നേരാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും വരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ, ഈ റീഡിംഗ് കേട്ടിരുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പൗർണമി, ഈ നവംബർ മാസത്തിലെ പൗർണമി, അതായത് ഇന്നലെയായിരുന്നു പൗർണമി, പക്ഷേ പൗർണമിയുടെ എനർജി പൗർണമി ദിവസം തുടങ്ങി 2 ദിവസം വരെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പൗർണമി ദിവസങ്ങളിലൊക്കെ എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്ന എനർജീസിനൊക്കെ റിലീസ് ചെയ്യാൻ പറ്റിയ സമയമാണ് പൗർണമി സമയം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിന് തടസ്സം നിൽക്കുന്ന എന്ത് എനർജീസിനും നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ അങ്ങനെ വേണ്ട വിധം ഈ പൗർണമി ദിവസങ്ങളിലെ എനർജിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പൗർണമി ദിവസം, ഈ പൗർണമി നവംബർ മാസത്തിലെ പൗർണമി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ വിടുതൽ നേടേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ചില ചിന്താഗതികളോ അല്ലെങ്കിൽ ചില വ്യക്തികളോ ചില ബന്ധങ്ങളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിടുതൽ നേടേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനായിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നോക്കുക. അതിനുശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കാം, ഈ പൗർണമി മൂലം എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് കുറച്ച് ക്ലൂസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും കേൾക്കണം. കാരണം ഞാൻ പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നവരുണ്ട് ഇതിൽ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 2 ഉണ്ടെങ്കിൽ അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം എന്നോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ അതിനുള്ള ഉത്തരം തരുന്നതാണ്. പക്ഷേ ഒരു പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഈ പൗർണമി ദിവസത്തിൽ, ഈ നവംബർ മാസത്തിലെ പൗർണമിയിലൂടെ ഗ്രൂപ്പ് 2 ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന്, എന്തൊക്കെ എനർജികളിൽ നിന്ന് വിടുതൽ നേടേണ്ടതുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പൗർണമിയിലെ എനർജിയിലൂടെ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് ഗ്രൂപ്പ് 2 വിടുതൽ നേടേണ്ടതുണ്ട്. ഓക്കെ, ക്ലാരിഫൈ ദ സൺ. ഓക്കെ, എന്നത് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കേണ്ട സമയമാണ് കേട്ടോ. നിങ്ങൾ വിടുതൽ നേടേണ്ടത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അത്രയും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് വേദന നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിടുതൽ നേടന്നെ വേണം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടൊരു എനർജിയാണ് വേണ്ടത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. നല്ലതേ നടക്കൂ, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതായിട്ടാണ് ഇനി കാര്യങ്ങൾ സംഭവിക്കുള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഭയപ്പെടുന്ന പോലെ സംഭവിക്കുമോ എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഭയപ്പെടുന്ന പോലെയാണോ സംഭവിക്കുക എന്ന് ചിന്തിക്കാതെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പോൾ കാരണം നമുക്ക് കിട്ടിയിരിക്കണ 3 കാർഡും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്ന, ഓക്കെ, ഒരുപാട് സന്തോഷം തരുന്ന ഒരു തുടക്കമാണ് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ കാര്യമായ ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട് മൈ ഡിയർ ഗ്രൂപ്പ് 2. അതിൻ്റെ എന്താ പറയുക, പൂർണ്ണതയിൽ നിങ്ങളെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ്, ഓക്കെ, നിങ്ങളുടെ ഭയം, ഭാവിയിൽ എന്തെങ്കിലും അനിഷ്ട കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം ഉള്ളിലെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലർക്കുണ്ട് ഒരുപാട് സന്തോഷം സംഭവിക്കുമ്പോൾ എന്താണാവോ കുറേ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കണം, ഇനി എന്തെങ്കിലും വിഷമമുള്ളത് വരുന്നുണ്ടാവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ നിങ്ങളെ തന്നെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ. ഇപ്പം ഒന്നും വേണ്ട, നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുക, സംസാരിക്കുമ്പോൾ ഒരുപാട് ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞാൽ കവളത്ത് ഇങ്ങനെ അടിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ചിരിക്കുന്നുണ്ട്, അല്ലെ കരയാനാണെന്നാ തോന്നണേ. എത്ര നെഗറ്റീവാണ് അതിലെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അല്ലേ, നമ്മൾ നല്ലോണം ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭയമാണ്, ഞാൻ ഒരുപാട് ചിരിച്ചു, എന്തോ സങ്കടമുള്ളത് വരാൻ പോകുന്നുണ്ട്. ആ ഒരു ചിന്ത കോൺസ്റ്റൻ്റ്ലി കിടക്കുമ്പോൾ സങ്കടമുള്ളത് സംഭവിക്കും. കാരണം നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ചിരിച്ചത് കൊണ്ട് എന്തോ അനിഷ്ട കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മുടെ ഏത് എനർജിയിലാണോ ആ എനർജിയാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതാണ് ബേസ്. ഓക്കെ, അതാണ് എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ കോളേജൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് ചിരിച്ച് കഴിഞ്ഞാൽ കവളത്ത് ഇങ്ങനെ അടിക്കും.
അയ്യോ ചിരിക്കേണ്ട, ഒരുപാട് ചിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കും. അതായത് അല്ലെങ്കിൽ സങ്കടം വരാനേ പോണേ എന്നൊക്കെ അങ്ങനെ ഒരു വർത്താനം ഉണ്ടാവും. അത് അങ്ങനത്തെ ഒക്കെ ടെൻഡൻസി ഉണ്ടെന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് നടക്കുന്നത്. ഇനി അതിനേക്കാൾ നല്ലൊരു സമയമാണ് എനിക്ക് ഈശ്വരൻ കൊണ്ടുവരുന്നത്. ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാനത് അർഹിക്കുന്നുണ്ട്, ഞാൻ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് അത് അർഹിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചിന്തകളാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത്? എൻകറേജ് ചെയ്യേണ്ടത്. ഓക്കെ, അത്തരത്തിലുള്ള ചിന്തകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക. ഭയം നൽകുന്ന, അതുപോലെ തന്നെ വിഷമം നൽകുന്ന, ടെൻഷൻ നൽകുന്ന ചിന്തകളെ പാടെ ഒഴിവാക്കുക. നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരികയാണ്, ആ ചിന്തയോടൊപ്പം ആ ചിന്ത വരുന്നത് തന്നെ ഒരു പേടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭയം കൊണ്ടോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷമം കൊണ്ടോ ആണ് ആ ചിന്ത വരുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വെറും ഒരു ചിന്ത മാത്രമാണ്, നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നതാണ്. മനസ്സിലായോ? ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ ഒരു കാര്യം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഫീൽ ചെയ്യാണ്, ഇന്നത് സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ കൂടെ ഒരു വികാരം ഉണ്ടാവില്ല. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു വികാരം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ എൻ്റെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുകയാണ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ പാട്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഫ്രേസായിട്ടോ കേൾക്കുകയോ കാണുകയോ ആണ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ്, നോയിങ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ്, അതിനൊരു വികാരം ഉണ്ടാവില്ല. അത് അറിഞ്ഞതിന് ശേഷമാണ് വികാരം. അപ്പോൾ നല്ല കാര്യമാണെങ്കിൽ അത് അറിയുമ്പോൾ നമുക്ക് എക്സൈറ്റഡ് ആവും. അല്ല, ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് കഴിയുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരിക. അല്ലാതെ അതിനോടൊപ്പം ആ ഒരു കിട്ടുന്ന സന്ദേശത്തിനോടൊപ്പം ഒരു വികാരവും ഉണ്ടാവില്ല. അതാണ് ഇൻറ്റ്യൂഷൻ. ഒരിക്കലും ഇൻറ്റ്യൂഷനും നിങ്ങളായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഇടകലർത്താണ്ടിരിക്കുക. അത് രണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കേണ്ട, വളരെയധികം മനസ്സിന് ധൈര്യം കൊടുത്തിരിക്കേണ്ട, വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഭയം, പേടി, അനാവശ്യമായ സ്ട്രെസ്സ്, കൺഫ്യൂഷൻ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ വിടുതൽ നേടേണ്ടതാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയണത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്? നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി നിങ്ങളോട് പറയുന്നുണ്ട്, നല്ല സമയമാണ് വരുന്നത്, ഈ പേടിക്കണ പോലെയൊന്നും ഇല്ല, നിങ്ങളുടെ മനസ്സിലിങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അത്രയും എന്താ പറയുക, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് എന്താ പറയുക, കാട് കയറി ചിന്തിക്കുക എന്ന് പറയുക, അങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോൾ നിങ്ങളിത് കേൾക്കില്ല. ഇൻറ്റ്യൂട്ടീവ് വോയിസസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് വളരെ പതുക്കെ ഒരു നേരത്തെ ശബ്ദമായിട്ടൊക്കെ കേൾക്കുക. ഓക്കെ, അപ്പം അത് ഒരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ വളരെ സീരിയസ് ആണ്. ഓക്കെ, എപ്പോഴും ഭയങ്കര സീരിയസ് ആയിരിക്കുക, എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപഴകി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. യൂണിവേഴ്സ് പറയുന്നത് അത്രയും സീരിയസ് ആവണ്ട ജീവിതത്തിൽ. ഓക്കെ, ജീവിതത്തിൽ സന്തോഷം വേണം, ജീവിതം ആസ്വദിക്കാനും കൂടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചില ഹോബിയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ വളരെ സന്തോഷം തരുന്ന ചില ഹോബിയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. നിങ്ങളതൊക്കെ ചെയ്തിരുന്നിരിക്കാം പണ്ട്, ഇപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. ചിലർ അത് കൂടുതലും ആർട്ടായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ അതൊക്കെ ചെയ്യാണ്ടാവും. അതൊക്കെ വെറുതെ സമയം പോകുന്നതാണ്, വെറുതെ സമയം കളയുന്നതാണ്. ആ സമയം എനിക്ക് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൂടെ എന്ന് വിചാരിച്ച് ആ ഒരു സന്തോഷം പോലും ഇല്ലാണ്ടാക്കി വെച്ചിട്ട് മൊത്തം ഇങ്ങനെ 24 മണിക്കൂർ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തികളെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ കാണുന്നത്. അങ്ങനെ വേണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പോൾ കുറച്ച് സമയം ഒരു ദിവസം പാട്ട് കേട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഒരു വാക്കിങ്ങിന് പോണതാവാം. ഓക്കെ, നിങ്ങൾക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിലൂടെ ഒന്ന് നടക്കുന്നതാവാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനം തരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ അതിന് സമയം കണ്ടെത്തി അത് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ അതിനായിട്ട് സമയം മാറ്റി വെച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവില്ല. നഷ്ടം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റില്ല, ശരിയാണ്. അങ്ങനത്തെ നഷ്ടങ്ങൾ സംഭവിക്കുക അല്ലേ. ചില വ്യക്തികൾ നമ്മളെ നനച്ചിരിക്കാത്ത നേരത്താവും നമ്മളെ വിട്ടു പോവുക. അത് നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ നമുക്കത് മാറ്റാൻ പറ്റുമോ? നമ്മളത് ചിന്തിച്ച് കുറേ നേരം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വരാൻ പോകുന്നില്ല അല്ലേ. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ, അത് അവസാനിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാൻ പോകുന്നില്ല. അത് അവസാനിച്ചത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഓക്കെ, എപ്പോഴും എന്തെങ്കിലും അവസാനിക്കുമ്പോൾ അതിലത്തെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ വേദനിക്കുന്നത്. എത്രയോ നല്ലതായിരുന്നു, അങ്ങനെ എന്തൊക്കെ നല്ലതായി നടന്നത്, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ അത് അവസാനിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ.
ആ കാരണം എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളത് അവസാനിക്കുന്നതിൽ ഓക്കെ ചെയ്ത്, അല്ലെങ്കിൽ അത് അവസാനിച്ചു പോയത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് അവസാനിച്ചു എന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അത് അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ, കഴിഞ്ഞു പോയ നഷ്ടങ്ങൾ, സംഭവിച്ച തോൽവികൾ അല്ലെങ്കിൽ നിരാശകൾ, അതിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയി, നിങ്ങൾക്ക് അതിലൊന്നും ഒരു കാര്യം പോലും മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇനി വരുന്ന ജീവിതത്തിൽ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളിപ്പോൾ എടുക്കുന്ന പരിശ്രമങ്ങൾ, നിങ്ങളുടെ എനർജിയോടെ ഫോക്കസ് ചെയ്യുന്നു എന്നനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിരാശ സംഭവിച്ചു, എൻ്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ അങ്ങനെ തന്നെയാവും. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതാണ്, എൻ്റെ ജീവിതത്തിൽ ഇനി വിഷമങ്ങളെ പാടുള്ളൂ എന്ന്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞത് കഴിഞ്ഞു, അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിച്ചു ഇല്ലേ? നമുക്ക് ഒരു എന്തനുഭവം, നല്ല അനുഭവം ആയിക്കോട്ടെ, ചെയ്ത അനുഭവം ആയിക്കോട്ടെ, അതിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ച പാഠങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ആ പാഠങ്ങളുമായി മുന്നോട്ട് പോവുക. ഇനിയുള്ള എൻ്റെ ജീവിതം അതിൽ എനിക്ക് എങ്ങനെ നല്ല രീതിയിൽ മാറ്റം വരുത്താം എന്ന് ഫോക്കസ് ചെയ്യുക. അല്ലാതെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അത് അനുഗ്രഹങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കിടക്കുന്നത് കഴിഞ്ഞുപോയ കാര്യത്തിലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു ടെൻഡൻസി, കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ, നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഈ കൂടുതലായിട്ടും അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടന്നെ വേണം. പിന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ഓക്കെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് വിശ്രമമില്ലാണ്ട് പരിശ്രമിക്കുക. ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിർത്തണം. കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ അത്രയും നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് വേണം. പക്ഷേ 24/7 അല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. റെസ്റ്റും വേണം. നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് വിശ്രമം ഉണ്ടായാലാണ് നമുക്ക് വീണ്ടും നന്നായിട്ട് പണിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഡൻസി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ വളരെ വർക്കഹോളിക് ആവുക. അതായത് എപ്പോൾ നോക്കിയാലും ജോലി, വീട്ടിലും ജോലി, ഓഫീസിലും ജോലി, പിന്നെ ഓവർ ടൈം എടുക്കുക, അല്ലെങ്കിൽ മുടക്കുള്ള ദിവസങ്ങളിലും ജോലി. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ത് തന്നെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് നേടിക്കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ നിങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തോടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആവശ്യമുള്ള വിശ്രമം എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ജോലി ചെയ്തോളൂ. അതുപോലെ വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുകയും വേണം. അങ്ങനെ ആയാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്കൊരു എന്താ പറയുക, വളരെ സമാധാനം നമ്മൾ അനുഭവിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വിശ്രമത്തിൻ്റെ സമയം വിശ്രമിക്കുകയും വർക്ക് ചെയ്യേണ്ട സമയം വർക്ക് ചെയ്യുകയും അങ്ങനെ ഡിവൈഡ് ചെയ്തു ആവശ്യത്തിനുള്ള വിശ്രമം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷനും കൺഫ്യൂഷനും സ്ട്രെസ്സൊക്കെ നിങ്ങളിൽ നിന്ന് പോകും. നിങ്ങളുടെ ഈ സ്ട്രെസ്സും എന്താ പറയുക ടെൻഷനൊക്കെ കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്രമിക്കുന്നേ ഇല്ല. നിങ്ങളുടെ തലച്ചോറിന് വിശ്രമം കൊടുക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുന്നില്ല. നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്യാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അത് നമ്മളെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക്, ഞാൻ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്യുന്ന സമയം 8 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുന്ന സമയം ഞാൻ ആ സമയത്ത് ഞാൻ എടുക്കുന്ന എഫേർട്ട് അത് മതി എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ഈ 8 മണിക്കൂറിൽ ചെയ്യുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് അവിടെ ഒരു പേടിയാണ്, ഞങ്ങൾക്ക് ചെയ്തത് പോരാണ്ട് വരുമോ, ഞാൻ ഇനിയും ചെയ്യണോ. അതുപോലെ തന്നെ പെർഫെക്ഷനിസം ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊക്കെ ദയവ് ചെയ്ത് റിലീസ് ചെയ്യുക. ഓക്കെ, ഈ പെർഫെക്ഷനിസം ടെൻഡൻസി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വെച്ചിട്ട് നമ്മളെ തന്നെ ഒരുപാട് അങ്ങനെ സ്ട്രെസ് ചെയ്യും. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക വിമർശിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെ തന്നെ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് നമുക്ക് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കപ്പോൾ വളരെ നിരാശയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിസം ടെൻഡൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മളെ തന്നെ സ്ട്രെസ് ചെയ്യും.
അത് ലോങ് ടേമിൽ പല ആരോഗ്യ പ്രശ്നങ്ങളിലും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ആ ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതിൽ നിന്നൊക്കെ നിങ്ങൾ വിടുതൽ നേടണം. അതുപോലെ തന്നെ ഈ വർക്കഹോളിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടണം. ഇപ്പം നിങ്ങൾ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും നിങ്ങൾക്ക് റെസ്റ്റ് വേണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പരിശ്രമിക്കാൻ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ പഠിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ബ്രേക്ക് ടൈമും വേണം. ഓക്കെ, വർക്ക് എന്ന് മാത്രമല്ല, ബ്രേക്ക് ടൈമും വേണം. പിന്നെ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളെ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ഓർമ്മകളെ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിന് ടെൻഷൻ നൽകുന്ന, വിഷമം നൽകുന്ന, സ്ട്രെസ്സ് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ഓർമ്മകളെ നമ്മൾ മാക്സിമം വിട്ടുകളയുക. നമുക്ക് വേണ്ട ഇനി. ഓക്കെ, അതൊക്കെ വിട്ടുകളയേണ്ട സമയം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ എത്ര ചിന്തിച്ചു കൂട്ടിയാലും നമുക്കതിന് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. ഇത് കഴിഞ്ഞു പോയി, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാനും ഒന്നും നിൽക്കണ്ട, വിശകലനത്തിനൊന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞു പോയി, നമ്മൾ അതിനൊരു പാഠം പഠിച്ചു മുന്നോട്ട് പോവുക. നമ്മളൊരു മനുഷ്യനായിട്ടാണല്ലോ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യനാകുമ്പോൾ നമ്മൾ തെറ്റുകൾ സംഭവിക്കും. ഓക്കെ, പിന്നെ നമ്മൾ വിചാരിച്ച പോലെ എപ്പോഴും ആ റിസൾട്ട് കിട്ടില്ല. നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യേണ്ട വേറൊരു ടെൻഡൻസിയാണ് മനസ്സിന് ടെൻഷനും സ്ട്രെസ്സും തരുന്ന ഓർമ്മകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത്തരത്തിലുള്ള ടെൻഡൻസി, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വിടുതൽ നേടണം. പിന്നെ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ എന്താ പറയുക, പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ, അത് ആരാണെങ്കിലും ആ ഈശ്വരനിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈശ്വരൻ നിങ്ങൾക്ക് നേടിത്തരും, അത് ശരിയായ സമയത്ത് നിങ്ങൾക്ക് നേടിത്തരും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അതും വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം വേണം. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ നിങ്ങളുടെ ചുറ്റും എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതിരിക്കുക. നിങ്ങൾക്ക് ഈ ലക്ഷ്യമൊന്നും നേടിയെടുക്കാൻ പറ്റില്ല, ഇനി അതിന് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ഇമാതിരി ഡയലോഗുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കുക. അവരോട് നിങ്ങളുടെ ലക്ഷ്യത്തിനെ കുറിച്ച് പറയാതിരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറയാതിരിക്കുക. ഓക്കെ, കുറച്ച് രഹസ്യ സ്വഭാവമൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു വലിയ വലിയ ലക്ഷ്യങ്ങളാണെങ്കിൽ അത് നമ്മുടെ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നേടിക്കഴിയുമ്പോൾ അറിയും അവർ ഓട്ടോമാറ്റിക്കലി, നിങ്ങളായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് അതുപോലെ ഇങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് മാക്സിമം ഒരു അകലം പാലിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാക്സിമം നിങ്ങൾ മാറി നിന്നേ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ ഉറച്ച് തീരുമാനം എടുക്കണം, ഇനി ഞാൻ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു വളരെ സ്നേഹമുള്ള, വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള, വളരെ കമ്പാഷനേറ്റ് ഉള്ള, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ഒരു വേർഷൻ ഉണ്ട് നിങ്ങളുടെ, ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അനിഷ്ട സംഭവങ്ങൾ നടന്നു, നിങ്ങൾ വിചാരിക്കാത്ത പോലെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വെച്ചിട്ട് അത്തരത്തിലുള്ള എന്താ പറയുക, നിങ്ങൾ ഒരു കഠിന ഹൃദയമുള്ള വ്യക്തിയായിട്ട് മാറരുത്. നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി എല്ലാവരിലും കാണില്ല. ഓക്കെ, അപ്പോൾ ആ ക്വാളിറ്റീനെ നിലനിർത്താൻ തന്നെ ശ്രമിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കരുത്, എപ്പോഴും ഇമോഷണലി ചിന്തിക്കരുത്. ചിലവരുണ്ട് എപ്പോഴും ഇമോഷണലിയാണ് ചിന്തിക്കുക, എല്ലാം ഇമോഷണലി ചിന്തിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കലാണ് ചെയ്യുക. ചിലർ കംപ്ലീറ്റ് ലോജിക്കൽ സൈഡ് മാത്രമേ ഉള്ളൂ, ലോജിക്കൽ പ്രാക്ടിക്കാലിറ്റി ഇതൊക്കെയാണ് അവിടെ, അതിൻ്റെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്, കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതും. അതും പൊട്ടയാണ്. ഓക്കെ, രണ്ടിൻ്റെയും തുല്യമായ ഒരു ബാലൻസ് വേണം, രണ്ടും തുല്യമായിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ. എന്നാലാണ് നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി അതാണ്, ലോജിക്കൽ ഇമോഷണൽ ബാലൻസ്. ഓക്കെ, ആ വ്യക്തി ഇമോഷണലി അവൈലബിൾ ആണ്, ആൾക്ക് ആ വളരെ സ്വീറ്റ് കൈൻഡ് ലവിങ് നേച്ചറാണ് ഉള്ളത് ആ വ്യക്തിക്ക്. അത് അവർ അർഹിക്കുന്നവർക്കാണ് ആളുടെ ആ ഒരു സൈഡ്, ആ സോഫ്റ്റ് സൈഡ് ആൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. അർഹിക്കുന്നവർക്ക് മാത്രം, എല്ലാവരിലും അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇമോഷണൽ ലോജിക്കൽ സൈഡ് ഒരുമിച്ച് ആ ഒരു ബാലൻസിൽ നിന്നുകൊണ്ടാണ് ആൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ ആയിരിക്കണം നിങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലോജിക്കലി കാര്യങ്ങൾ ചിന്തിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ ഇമോഷണലി കാര്യങ്ങൾ ചിന്തിക്കാൻ എപ്പോഴും അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡിൽ നിന്നിട്ടാണ് ചിന്തിക്കുന്നത്, തീരുമാനമെടുക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടണം. അതിൻ്റെ ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പൗർണമി ദിവസം, ഈ പൗർണമി നവംബർ മാസത്തിലെ പൗർണമി ഗ്രൂപ്പ് 2ൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് 2 അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾ നിങ്ങളായി തന്നെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അവസാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ
അത് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളാണ് ഇനീഷ്യേറ്റ് എടുക്കുന്നത്. കാരണം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. നിങ്ങൾ അതിനേക്കാൾ നല്ലത് ഡിസേർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു പൂർണ്ണ ബോധ്യം വരുന്നുണ്ട്. ഓക്കെ, ആ വെളിപാട് വരുമ്പോൾ തന്നെയാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാൻ തീരുമാനിക്കുന്നത്. അത് ചിലപ്പോൾ സൗഹൃദം, എന്തെങ്കിലും സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ജോലിയായിരിക്കാം. അവിടെ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ കൃത്യമായി അക്നോളജ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ ഇതിനേക്കാളും നല്ലൊരു സ്ഥലം ഡിസേർവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഒരു പുതിയ അധ്യായം വരുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് കാണുന്നത് കൊണ്ട് അത് ഇമോഷണലി ഒരുപാട് നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, ഓക്കെ, ഒരുപാട് സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന ഒരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഇതൊരു പുതിയ കണക്ഷൻ ആയിരിക്കാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇത് ഒരുപാട് നിങ്ങൾക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, നമുക്ക് എംപ്രസ് കാർഡിന് അവിടെ കിട്ടിയിരിക്കുന്നത് വളരെ അബണ്ടൻ്റ് ആണ്. ഓക്കെ, എന്താ പറയുക, സാമ്പത്തികപരമായിട്ട് മാത്രമല്ല എല്ലാ തരത്തിലും നിങ്ങൾ ആ ഒരു സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നൊക്കെ, നിങ്ങൾക്ക് വിഷമമുണ്ടായി, നിരാശയുണ്ടായ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മുന്നോട്ട് പോവുക. അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. അത് നിങ്ങൾക്ക് ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക്, ചിലപ്പോൾ ഈ ഒരു ന്യൂ ബിഗിനിങ്, ഈ ഒരു പുതിയ അധ്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾ കുറേ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? ആ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മതി ഇതിന് വേണ്ടി ശ്രമിച്ചത്, കുറേ നാളായി ശ്രമിക്കുന്നു, ഇതുവരെയായിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു തരത്തിലൊരു എന്താ പറയുക ഒരു ഗ്രീൻ സിഗ്നൽ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അതിനെ എന്താ പറയുക ലക്ഷ്യം ഇനി വേണ്ട എന്ന് നിങ്ങൾ വെക്കരുത്. നിങ്ങൾ മുന്നോട്ട് പോകുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അർഹിക്കുന്ന വളരെ അബണ്ടൻ്റ് ആയ, സമൃദ്ധി നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു, നിങ്ങൾക്ക് മനസ്സിന് അത്രയും സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു അധ്യായമായിട്ടാണ് ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, അത് നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങൾ കാണിച്ച ക്ഷമയുടെയും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമാണ്. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ ലക്ഷ്യം വേണ്ടാന്ന് വെക്കരുത്. ആവശ്യത്തിന് വിശ്രമം വേണം. ഓക്കെ, നമ്മൾ പണിയെടുക്കുന്നതിന് പോലെ തന്നെ വിശ്രമവും വേണം. വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു സമയമാണ് ഇനി വരുന്നത്. അപ്പോൾ ഈ പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുക വഴി നിങ്ങൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും. ഇപ്പോഴത്തേക്കാളും നിങ്ങൾക്ക് വളരെ റിലാക്സ് ചെയ്ത് ജീവിക്കാൻ പറ്റും. പിന്നെ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഇനി മുന്നോട്ട് പോകും തോറും സംഭവിക്കാം. പറഞ്ഞ പോലെ റെസ്റ്റ് അനിവാര്യമാണ്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുക മാത്രമല്ല റെസ്റ്റും വേണം. ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. വളരെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഈ പറഞ്ഞ പോലെ പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്ന വളരെയധികം എന്താ പറയുക ഭാഗ്യങ്ങൾ നിറഞ്ഞ, ഐശ്വര്യങ്ങൾ നിറഞ്ഞൊരു സമയം വരുന്നത്. പക്ഷേ അത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല കേട്ടോ, അതാണ് വരുന്നത്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സൊക്കെ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാർഡ്സാണ്. പക്ഷെ അത് വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല. യൂണിവേഴ്സ്, ഈശ്വരൻ നിങ്ങളെ പല തരത്തിൽ സർപ്രൈസ് ചെയ്യാനാണ് പോകുന്നത്. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതൊക്കെ വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേണം നിങ്ങളിനി ഇരിക്കാൻ. അപ്പോൾ ഈ പൗർണമി കഴിഞ്ഞു, എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, അത് ഇപ്പോൾ ജോലിയിലോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് കാര്യമായൊരു വിജയവും ഒരു നേട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് കിങ് ഓഫ് വാൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വിജയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് അല്ല, അത് ജനശ്രദ്ധ ആകർഷിക്കുന്ന വിജയം. ഓക്കെ, ഈ പേര് പ്രശസ്തി എന്നൊക്കെ പറയില്ലേ, ആ ലെവലിലുള്ള ഒരു വിജയം, ഒരു നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സക്സസ്, അത്തരത്തിലുള്ളൊരു വിജയം കൈകാര്യം ചെയ്യാൻ നിങ്ങളിപ്പോൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. പിന്നെ നമ്മളിപ്പോൾ കണ്ട കാർഡാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഒരുപാട് പ്രോസ്പെറിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഞാൻ കേൾക്കുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയണ്ടേ, വളരെയധികം
ജനറസ് ആവാണ് ഈശ്വരൻ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ അർഹിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. കാരണം നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യാൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ നെഗറ്റീവ്, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ആവശ്യത്തിന് വിശ്രമം എടുക്കുക, പിന്നെ നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ബിലീവ് ചെയ്യുക. ഈ ഇൻറ്റ്യൂഷൻ പറയുന്നത് ശരിയാണ്, എനിക്ക് നല്ല കാലമാണ് ഇനി വരാൻ പോണത്, ഓക്കെ, എനിക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലതാണ് വരാൻ പോണത്, ആ ഒരു വിശ്വാസത്തിലിരിക്കുക, ആ ഒരു എനർജിയിലിരിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുക, മസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുക, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യണം. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾ ഈ മാറ്റങ്ങൾ പെട്ടെന്ന് കാണും. പിന്നെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 ചിന്തിക്കുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ, ഓക്കെ, ജീവിത രീതി ഉണ്ട്, അത് കുറച്ച് ലോ വൈബ്രേഷനിലാണ്. നിങ്ങൾ അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യും. നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ് 3 of Wands ആണ്. ഓക്കെ, നിങ്ങൾ അണ്ടർലൈങ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 of Swords ആണ്. അപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന സ്റ്റാഗ്നൻസി ഉണ്ടല്ലോ, ഇപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ തോന്നലില്ലേ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോവുക. വെറുതെ മുന്നോട്ട് പോകല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി വരുന്നുണ്ട്, ഒരുപാട് വളർച്ച ഉണ്ടാവുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, എല്ലാ തരത്തിലും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വലിയ വിജയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ വളരാൻ പാകത്തിനുള്ള വിജയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളിപ്പോൾ റെഡിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അത് വരുമ്പോൾ അയ്യോ എനിക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ അതിനൊക്കെ തയ്യാറാണോ, ഈ സംശയങ്ങളുടെ ആവശ്യമില്ല, നിങ്ങളതിന് തയ്യാറാണ്. അപ്പോൾ എന്ത് വേണം, അത് വരുമ്പോൾ നമ്മളതങ്ങനെ ആസ്വദിക്കുക, ഈശ്വരനോട് നന്ദി പറയുക, അത് ആസ്വദിക്കുക. കാരണം നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് അതിൻ്റെ ശരിയായ രീതി. നമ്മളതിന് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള വിജയങ്ങളും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ, റെഡി ആയിട്ടില്ലെങ്കിൽ, ഈശ്വരൻ ആ മാറ്റം അല്ലെങ്കിൽ ആ ഒരു ന്യൂ ചാപ്റ്റർ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല. നമ്മളെപ്പോൾ തയ്യാറായെന്ന് ഈശ്വരനെ ബോധ്യമാവുന്നോ അപ്പോഴേ അത് കൊണ്ടുവരുള്ളൂ, അതെന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, നമ്മളതിന് അപ്പം നമുക്ക് അവിടെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, അപ്പം ഞാൻ ഇതിന് തയ്യാറാണ്, ഈ ഒരു സക്സസ്സിന് ഞാൻ തയ്യാറാണ്, ഈ ഒരു പേരും പ്രശസ്തിയും അടങ്ങിയിട്ടുള്ള ഒരു വിജയം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന ഈ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പണം, സാമ്പത്തികമായിട്ടുള്ള ഈ വളർച്ച, അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള വളർച്ചേനെ ഹാൻഡിൽ ചെയ്യാനും ആ പണമൊക്കെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാനും ഞാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇനി അങ്ങോട്ട് പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ. അതും സാമ്പത്തികമായിട്ട് നല്ലൊരു വളർച്ചയുണ്ട്. നമുക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയത്. തുടങ്ങിയത് തന്നെ ഞാൻ പറയും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡിലാണ് തുടങ്ങിയത്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ബിലീവ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതും അതിനപ്പുറം കുറേ അനുഗ്രഹങ്ങളും വിജയങ്ങളും നേട്ടങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് നിങ്ങളത് അതാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെന്ന് നിങ്ങളുടെ ആ ഭയം, ആ പേടി, കഴിഞ്ഞു പോയ അനിഷ്ട സംഭവങ്ങൾ വീണ്ടും സംഭവിക്കുക എന്ന പേടിയിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടുന്നു, അപ്പോൾ തുടങ്ങി നിങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിൽ നിന്നൊക്കെ വിടുതൽ നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പൗർണമി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നൊന്നായിട്ട് അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ സബലീകരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് കുറച്ച് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് ആണ്. പിന്നെ ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഗ്രൂപ്പ് 2മായി ബന്ധപ്പെട്ടിട്ടുള്ള, ഗ്രൂപ്പ് 2ലെ കളക്റ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസും അതുപോലെ തന്നെ ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ക്ലൂസ് ആയിട്ട് ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്, 3 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയാം. ചൊവ്വാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഈ 3 ദിവസങ്ങളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ജനിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കാം. നമുക്കതുപോലെ 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, മാർച്ച്, മെയ്, ഓഗസ്റ്റ്. ഇനി നമുക്ക് 2 സീസൺ കിട്ടിയിട്ടുണ്ട്. സമ്മർ സീസൺ, ഓക്കെ, സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ, ഇത്രയും കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ ഈ സീസൺ ചിലപ്പോൾ നിങ്ങൾ ഈ സീസണിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സീസണായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ മാസങ്ങൾ, ഇതിലേതെങ്കിലും ഒരു മാസം നിങ്ങൾ ജനിച്ചതായിരിക്കാം. ഓക്കെ, പിന്നെ ഈ മാസങ്ങളും ഈ ഈ ഈ സീസൺ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു പീക്ക് എന്ന് പറയുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ ഈ വിജയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പീക്കിൽ നിങ്ങൾ എത്തുന്ന സമയം ഈ പറഞ്ഞ സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ, അല്ലെങ്കിൽ മാർച്ച്, മെയ്, ഓഗസ്റ്റ് കാലഘട്ടത്തിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഓക്കെ, കാരണം മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസണാണ്, മെയ്, ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ സമ്മർ സീസണിലേക്ക് കടന്നു. ഓക്കെ, അപ്പോൾ അത് വളരെ കണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 2nd, 2-ാം തീയതി, 9-ാം തീയതി, 16-ാം തീയതി, 21-ാം തീയതി. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനന തീയതി ആയിരിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ, ഈ മാസങ്ങളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സീസണിൽ ഉൾപ്പെട്ടിട്ടുള്ള മാസങ്ങളിലും ഈ പറഞ്ഞ തീയതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് ഇനീഷ്യൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. Q, പിന്നെ Z അല്ലെങ്കിൽ Z, E, V, P. ഈ പറയുന്ന ഇനീഷ്യൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാവാം, മിഡിൽ നെയിം ഇനീഷ്യൽ ഉണ്ടാവാം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ലെറ്റർ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാവും, നിങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ലെറ്റർ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള റീഡിംഗ് എന്നിൽ നിന്ന് ഇനിയും കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതൊരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഈ റീഡിംഗ് റിക്വസ്റ്റ് ചെയ്ത വ്യക്തി ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഞാൻ അവരോട് ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ പേര് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ച് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഒരുപാട് നന്ദിയുണ്ട്, നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ നിങ്ങൾക്കിതുപോലെ ഒരു പിക്കപ്പ് റീഡിംഗ് അല്ലെങ്കിൽ ഒരു പിക്കച്ചാം റീഡിംഗ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. ഓക്കെ, പിന്നെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ കാണണം. പേഴ്സണൽ റീഡിങ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാം, ഇമെയിൽ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ റീഡിങ് വളരെ ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫ്ലവറാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു നവംബർ മാസത്തിലെ പൗർണമി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഏതൊക്കെ എനർജി ആണ് നിങ്ങൾ ഈ പൗർണമിയിൽ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ എനർജീസാണ്. എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹചര്യം ആവാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ചിന്തിക്കുന്ന ഒരു ചിന്താ രീതിയാവാം, നിങ്ങളുടെ പെരുമാറ്റ രീതിയാവാം. ഓക്കെ, എന്ത് വേണേലും ആവാം. നമ്മളതാണ് നോക്കുന്നത്. അപ്പോൾ എന്തിൽ നിന്നൊക്കെ നിങ്ങൾ വിടുതൽ നേടണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഈ പൗർണമിയിൽ ഗ്രൂപ്പ് 3 ഏതൊക്കെ എനർജിയിൽ നിന്നാണ് വിടുതൽ നേടേണ്ടത്, എന്തൊക്കെയാണ് അവർ റിലീസ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് അങ്ങനെ തന്നെ കിട്ടിയത്. ഓക്കെ, ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്വീറ്റ് ആൻഡ് കെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, എല്ലാവരെയും വളരെയധികം കെയർ ചെയ്യുക, എല്ലാവരെയും വളരെയധികം അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക, അങ്ങനത്തെ ഒരു വ്യക്തിയെയാണ് ഞാനിവിടെ കാണുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് നടക്കുകയാണ്. ഓക്കെ, ആ ഒരു ടെൻഡൻസി നിങ്ങൾ നിർത്തണം. ആ ടെൻഡൻസി നല്ലതല്ല. നിങ്ങൾക്ക് ആവശ്യമായ വിശ്രമം നിങ്ങൾ എടുക്കണം. ഓക്കെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കുക. അപ്പോൾ നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വയം ഏറ്റെടുക്കുമ്പോൾ ആ സ്ട്രെസ്സും ആ നെഗറ്റീവ് എനർജി നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുമെന്ന് പറയാം. അല്ലാണ്ട് നിങ്ങളായിട്ടത് ഇനീഷ്യേറ്റ് എടുത്ത് നിങ്ങളെ മുന്നിട്ടിറങ്ങി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം നിങ്ങളെ തന്നെ അതിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് മാനസികമായിട്ടാണ് നിങ്ങൾക്ക് ആ പിരിമുറുക്കം നിങ്ങൾ അനുഭവിക്കുന്നത്. കാരണം അത് നിങ്ങളുടെ ഒരു നല്ലൊരു നേച്ചറാണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ ഒരു പരിധി വിട്ടാൽ അത് നമുക്ക് തന്നെ ദോഷമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പരിധി വിടുന്നുണ്ട് എന്നാണ് കാണുന്നത്. നമ്മൾ മനുഷ്യനല്ലേ, ചുറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു കൺസിഡറേഷൻ വേണം. പക്ഷേ നമ്മളെ ആരോഗ്യത്തിനെയും എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിനെ
കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത് മറ്റുള്ളവരുടെ ജീവിതത്തിന് നമ്മൾ പരിഹാരം കാണാനായിട്ട്. ഓക്കെ, അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു മെസ്സേജസ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി അല്ല, നിങ്ങൾ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ആ നെഗറ്റീവ് എനർജി ഒക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഹെൽത്തിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. കൂടുതൽ നിങ്ങളുടെ ലൈഫിനൊരു അടുക്കും ചിട്ടയും വേണമെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അതിലവിടെ അടുക്കും ചിട്ടയും വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്തിലൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്തൊക്കെ നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ ഉന്നമനത്തിനായിട്ട്, നിങ്ങളുടെ പുരോഗതിക്കായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനൊരു സമയം കണ്ടെത്തണം. മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതിൽ നിങ്ങളുടെ ജീവിതം കോംപ്രമൈസ് ചെയ്തൊരു തരത്തിലും. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ്, ഒരു സന്തോഷം, സമാധാനം, ഒരു സ്വസ്ഥത നിങ്ങൾ വേണമെങ്കിൽ അതിനായിട്ട് നിങ്ങളിപ്പോൾ ഫോക്കസ്, അതിനൊരു സമയം നിങ്ങൾ കണ്ടെത്തണം, അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക, അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്താൻ പാടുള്ളൂ. പിന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ എന്താ പറയണ്ടേ, ഒരു അപ്ഗ്രേഡ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ഉണ്ടായിരിക്കാം, അതിലൂടെ നിങ്ങൾ സാമ്പത്തികമായ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ തന്നെ സാമ്പത്തികമായിട്ടൊരു പുരോഗതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. കുറച്ച് ക്ഷമ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഈശ്വരൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഈശ്വരൻ കൊണ്ടുവരുമ്പോൾ, അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കണം. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കാര്യം വരുമ്പോഴാണ് നിങ്ങളവിടെ ക്ലോസ്ഡ് ആവുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിക്കണം എന്നൊരു പിടിവാശി നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംതൃപ്തി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഈശ്വരനെ അറിയുള്ളൂ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ ഈശ്വരൻ അത് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. ഓക്കെ, പക്ഷെ അതാവും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തി നൽകുന്നത്. അപ്പോൾ അതിന് നിങ്ങളൊന്ന് അനുവദിക്കണം. ആ ഒരു ഈശ്വരൻ നിങ്ങളെ ആഗ്രഹം പറയാം, എപ്പോഴും പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലതോ എനിക്ക് തന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഞാനിതാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇതിനേക്കാൾ നല്ലതാണ് എനിക്ക് അർഹതയെങ്കിൽ എനിക്കത് തരൂ എന്നാണ് നമ്മൾ ഈശ്വരനോട് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഈശ്വരൻ്റെ രീതികളോട് നമ്മളൊരു സ്വീകാര്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ എനിക്ക് ഏതാണോ നല്ലതെന്ന് മനസ്സിലാക്കി അതെനിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ ഈശ്വരനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് വലിയൊരു വിഷാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ക്ഷമ കാണിക്കണം. ഓക്കെ, പേഷ്യൻസ് കാണിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് നടക്കണം എന്നുള്ള പിടിവാശിയൊക്കെ ഉണ്ടെങ്കിൽ ആ പിടിവാശിയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും എടുത്ത് ചാടി മുന്നോട്ട് പോവുക, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു ടെൻഡൻസി ഒഴിവാക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് നല്ലതേ അല്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ എന്താ പറയുക, മറ്റുള്ളവരോടുള്ള ഒരു കരുതലും സ്നേഹം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴേക്കും എടുത്ത് ചാടി അതിനെ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു ടെൻഡൻസി നിങ്ങൾ നല്ലോണം റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ദോഷമാണ്, അതുകൊണ്ടാണ് റിലീസ് ചെയ്യാൻ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് ദോഷമായിട്ട് വഹിക്കും. അത് ദയവ് ഏതാനും ചെയ്യാതിരിക്കാം. ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുമ്പോൾ, ഒരു പ്രശ്നത്തിനെ കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ മൊത്തമായി എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എടുക്കാൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരാളുടെ കാര്യം, ഇപ്പോൾ രണ്ടുപേരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കാം, പക്ഷെ അതിൽ ഒരാൾ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ പ്രതികരിക്കാൻ നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നുള്ളത് കേട്ടിട്ട് വേണം അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. പിന്നെ മറ്റുള്ളവരെ നിങ്ങളിൽ ഒരു പരിധി വിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുക. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ഒരു അടുക്കും ചിട്ടയും വേണം. നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് വളരെയധികം മറ്റുള്ളവർ ചിലപ്പോൾ സഹായിക്കുന്ന ഒരു ടെൻഡൻസി കൂടുതലായിരിക്കാം, പക്ഷെ അത് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്,
മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. ഒരു പരിധി വിട്ട് നിങ്ങൾ, അതായത് അവർക്ക് വേണമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ തലയിലേക്ക് ആ ചുമതലിട്ട് തരികയാണ്, മനസ്സിലായോ? അപ്പോൾ നാളെ നിങ്ങൾ എന്തെങ്കിലും അതിനൊരു തീരുമാനം എടുത്ത് നിങ്ങളുടെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവർ നിങ്ങളുടെ തലക്കിടും. അന്ന് നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ, ചേട്ടൻ പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെയ്തത്, ഇപ്പോൾ കണ്ടില്ല ഇങ്ങനെ ആയില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ തലേന്ന് ഉത്തരവാദിത്തം എടുത്ത് നിങ്ങളുടെ തലയിലേക്ക് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ ചുറ്റുണ്ട്. അതുപോലെ നിങ്ങളുടെ പണം, നിങ്ങളുടെ നിന്ന് പണം എടുത്ത് അത് തിരിച്ചു നൽകാത്ത ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പണമിടപാടുകളിൽ, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അടുക്കും ചിട്ടയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇന്ന് പരിശ്രമിച്ചു, നാളെ അതിൻ്റെ ലക്ഷ്യം കണ്ടില്ല എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഞാനിതിൽ നോക്കണില്ല, എനിക്ക് ചിലപ്പോൾ ശരിയാവില്ല എന്ന് വെച്ചിട്ട് അതിനെ ഉപേക്ഷിക്കുന്ന ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണത, അതും നിങ്ങൾ വിട്ടുകളയേണ്ട ഒന്നാണ്. നമ്മളൊരു കാര്യത്തിനെ വെച്ചിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുക്കും. നമ്മുടെ ആ ആഗ്രഹം എത്രത്തോളം തീവ്രമാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ വേണ്ടി പരിശ്രമിക്കുന്നത്. ഓക്കെ, ഈശ്വരൻ ശരിക്കും നമ്മൾ പരീക്ഷിക്കാം. പ്രത്യേകിച്ച് വലിയ വലിയ ആഗ്രഹങ്ങളാകുമ്പോൾ ഒരിക്കലും നമ്മുടെ ആ ആഗ്രഹം നേടിയെടുക്കാനുള്ള നമ്മുടെ ആ ഒരു യാത്ര സുഖകരമായിരിക്കില്ല. വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ നമുക്ക് ആ ആഗ്രഹം അത് എത്രത്തോളം നമുക്ക് തീവ്രമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതാണ് നമ്മുടെ വ്യൂ ആയിരിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി അത്രയും വലിയൊരു ആഗ്രഹം നടക്കാൻ വേണ്ടി അപ്പം അത് നടക്കണതിന് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിനായി ശ്രമിച്ചു, കുറച്ച് നാൾ ശ്രമിച്ചു, പക്ഷെ അതിൽ നിന്ന് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ പ്രതികരണം ഉണ്ടായില്ല, എന്നാൽ പിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് അതൊരു നല്ല പ്രവണതയല്ല. അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതിൽ നിന്നും അതും നിങ്ങൾ വിട്ടുകളയണം. ഓക്കെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ കുറച്ച് നാൾ ഒരു കാര്യത്തിന് നോക്കി, അപ്പോൾ അതിന് വലിയ കാര്യമായിട്ട് റിസൾട്ട് ഇല്ല, അപ്പോൾ അത് വിട്ടു, അടുത്തേക്ക് നോക്കി. പ്രത്യേകിച്ച് ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് കൊള്ളില്ല, ഇതെനിക്ക് സുഖമില്ല, അപ്പോൾ വേറെ, അപ്പോൾ അത് നോക്കി, ഇതെനിക്ക് കൊള്ളില്ല. നിങ്ങൾ ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. ഓക്കെ, ഒരു കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി നേടിയെടുക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു വിശ്വാസമില്ല, ആത്മവിശ്വാസം ഒട്ടുമില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നേരത്തെ പറഞ്ഞത്, ഒന്നിലും ഉറച്ചു നിൽക്കാത്തത്. കാരണം നിങ്ങൾക്കൊരു വിശ്വാസമല്ലേ നിങ്ങളത് നേടിയെടുക്കുന്നത്. ഓക്കെ, കുറച്ച് നാൾ നോക്കി റിസൾട്ട് കണ്ടില്ല, അപ്പോൾ എനിക്ക് പോരാ. അതായത് നിങ്ങൾ വിചാരിക്കണം എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, മനസ്സിലായോ? അങ്ങനെയല്ല. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ആത്മവിശ്വാസം വേണം. ആ ഒരു ഭയം, നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം നിങ്ങൾ വിട്ടുകളയണം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്താവാനായിട്ട് സാധിക്കും. ഓക്കെ, സുഹൃത്ത് ബന്ധങ്ങൾ വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ അവിടെ ഒരു ബൗണ്ടറി വേണം. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യം നമ്മളൊരു കണക്ഷൻ ഉണ്ട്. അതായത് ചിലപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്ര അടുപ്പമുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആകുമ്പോഴും അവരുടെയും കൂടെ കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേറ്റി അവരുടെ ഭാരങ്ങൾ പോലും നിങ്ങൾ ചുമന്ന് നടന്ന് അതിന് പരിഹാരം കാണാൻ നടക്കുന്നതൊക്കെ അതൊക്കെ നിങ്ങളുടെ ടെൻഡൻസി ആയിരിക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ വേണം, അത് നിങ്ങൾ നല്ലൊരു സുഹൃത്താണ്, പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്, അതായത് അവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഒരു വ്യക്തി, നിങ്ങളുടെ സുഹൃത്തായിരുന്ന ഒരാൾ നിങ്ങളെ ചൂഷണം ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും വീണ്ടും അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പൗർണമി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ എന്നുള്ളതാണ്. നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായ എന്ത് ലക്ഷ്യമാണോ ഉള്ളത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടൊക്കെ വരുമ്പോൾ അത് സ്വീകരിക്കണം. ഓക്കെ, അവർ പറയുന്ന ആ സജഷൻസൊക്കെ കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു അവസരമാണ് നിങ്ങളെ തേടിയെത്തുന്നത്.
അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലൂടെ ആവാം നിങ്ങൾക്ക് ഈ ഒരു അവസരം വന്ന് ചേരുന്നത്. വളരെ അതെ, അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു എന്താ പറയുക, എയർ സൈൻ മസ്കുലിൻ എനർജിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വ്യക്തി കുറച്ച് മുതിർന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. മുതിർന്ന വ്യക്തി മാത്രമല്ല, ഈ ഒരു കരിയറിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ, ഒരു ബോസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ലീഡർ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ അവസരത്തിനെ കുറിച്ച് അറിയിക്കുന്നത്. ഈ വ്യക്തി കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും കേട്ടോ. അധികം സംസാരിക്കുന്നത് ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ആൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വളരെ ക്ലാരിറ്റി ഉണ്ടാവും ആളുടെ സംഭാഷണങ്ങളിൽ. പിന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എയർ സൈൻ മസ്കുലിൻ എന്ന് പറയുമ്പോൾ അവരുടെ സോഡിയാക് സൈനിൽ, സൺ മൂൺ റൈസിങ് സൈനിൽ ലീബ്ര, ജെമിനായ്, അക്വേറിയസ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. ഓൺലൈൻ ത്രൂ ആണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക. പിന്നെ ഈ ഒരു അവസരം വരുമ്പോൾ ദയവേത് എല്ലാവരോടും പറയാതിരിക്കുക. നിങ്ങളിത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഉയരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നല്ലൊരു അവസരം വരുമ്പോൾ അത് നിങ്ങളിൽ തന്നെ വെക്കാം. നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ മുന്നത്തെ എനർജി കണ്ടിട്ട് നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം നിങ്ങൾക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ മനസ്സിലാക്കൂ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല. ഓക്കെ, കുറേ ആളുകൾ നല്ല വൃത്തിയുള്ള മുഖംമൂടി ഇട്ട് നിൽക്കുന്ന കുറേ ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഒട്ടും അറിയില്ല, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പരമരഹസ്യമായിട്ട് ഇത് വെക്കുക. നിങ്ങളത് അറിയിക്കണ്ട. ഓക്കെ, നിങ്ങളതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നന്മയാണ് ചെയ്യുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകണ്ട എങ്കിൽ ദയവേത് ഈ ഒരു അവസരം വരുമ്പോൾ ആരെയും അറിയിക്കാതിരിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നഷ്ടം സംഭവിക്കുകയും ചെയ്യും, നിങ്ങൾക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ, ചിലവരുടെ ശരിയായ മുഖങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായ പോലെ ആയിരിക്കില്ല അവർക്ക്. നിങ്ങൾ ആത്മസുഹൃത്തായി കണ്ട വ്യക്തിയാവും, ചിലപ്പോൾ അവർക്ക് നിങ്ങൾ ഒന്നും ആയിരിക്കില്ല. നിങ്ങളെ വെറുതെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും ആ വ്യക്തി. അങ്ങനെ ചിലവരുടെ മുഖമൂടികളൊക്കെ നിങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ എന്താ പറയുക ഉയരാനും, ആ ജോലിയിൽ ഉയരാനും പാകത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നല്ല കഠിന പരിശ്രമം ചെയ്ത് നിങ്ങൾ കാത്തിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ഫലം അത് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഇനി വരുന്ന ദിവസങ്ങൾ അതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഈ ജോലി തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെ, കണ്ടോ, ഈ ജോലി തന്നെയാണ് മനസ്സിലാവുന്നത്. അതായത് ഈ ജോബ് ഓഫർ വരുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കിട്ടുന്ന ഈ ഒരു അവസരം വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ്. കേൾക്കുന്നവർ പറയും, എന്തായാലും പറയും ലോട്ടറി അടിച്ചുള്ള നിനക്ക്, അങ്ങനത്തെ ഒരു അവസരമാണ് വരുന്നത്. അത് നിങ്ങൾ രഹസ്യമാക്കി വെക്കണം എന്ന് പറയാത്ത കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ക്ഷമ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ഈ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് ശരിയാണ് ചില സമയത്ത് പെട്ടെന്ന് നടക്കണം തോന്നിയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ക്ഷമ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അതിനെ എന്താ പറയുക വിട്ടുകളയണം തോന്നിയാൽ പോലും വിട്ടുകളയാതെ അതിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറയണില്ല, പക്ഷെ നിങ്ങൾ അതിന് വിട്ട് കളഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ നല്ലൊരു അവസരം വരുന്നത്. അപ്പോൾ ദയവേത് അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്, നിങ്ങൾ പറയാതിരിക്കുക. അവർക്ക് പരിഭവം വരണമെങ്കിൽ വരട്ടെ. ഓക്കെ, അവരില്ലെങ്കിൽ നിങ്ങൾ നന്നായി ജീവിക്കും. കാരണം ഈ പറയുന്ന സുഹൃത്ത് ബന്ധങ്ങളിൽ നിങ്ങൾ ചുറ്റുമുള്ളവരിൽ ചിലർക്ക് നിങ്ങൾ ഉയർന്നു പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുന്നത് ഒട്ടും രുചിക്കാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഒരു അവസരം നിങ്ങളിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നിങ്ങളൊരു നിരാശയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ഈ അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവില്ല ചിലരൊന്ന് പ്രതികരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം വരുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർ നിങ്ങൾ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രതികരിക്കുക. അതും നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഒരു സമയം അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഇനി പുതിയൊരു അധ്യായമാണ്. ഓക്കെ, ആ പുതിയ അധ്യായത്തിൽ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ സംഭവിക്കും.
നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങളുണ്ടാവും, വിജയങ്ങളുണ്ടാവും, ആഘോഷങ്ങളുണ്ടാവും. അങ്ങനെ നല്ലൊരു സമയമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ വേറൊരു നാട്ടിലേക്ക്, ഇപ്പോൾ ഉള്ള നാട്ടിൽ നിന്ന് ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് വേറെ നാട്ടിലേക്ക് ജോലി സംബന്ധമായിട്ട് മാറാനൊക്കെ ഒരു സാധ്യത ഞാൻ കാണുന്നു. മസ്റ്റായിട്ടുണ്ട് കേട്ടോ. യാത്ര കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന്, നിങ്ങളിപ്പോൾ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് താമസം മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ല മാറ്റങ്ങൾ വരും. ആദ്യം പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, കുറേ നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. കുറേ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നല്ല ന്യൂസുകളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും. ഒന്നൊന്നായിട്ട് നിങ്ങളത് കേൾക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന നല്ല കാര്യങ്ങളാണ്, നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പേർക്ക് ഓൾറെഡി അറിയാം ഈ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വരുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കത് ഫസ്റ്റിലേ തോന്നിയതാണ്. നമുക്കിവിടെ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്യൂൺ ഓഫ് കപ്സ് വന്നു, ഒരു പെൻറ്റക്കിൾസ് എനർജി വന്നു, ലാസ്റ്റ് വന്ന കാർഡാണ് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും അവർ ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇനി ഒറ്റപ്പെടലിൻ്റെ നാളുകൾ അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക്. ഒരു പാർട്ട്ണർ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതലും നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളതിൽ ഒരുപാട് നിരാശപ്പെട്ടൊന്നിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരാളും കൂടെ വരുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. ഇതൊരു വളരെ നല്ലൊരു ബന്ധമാണ്. ഓക്കെ, വളരെ സന്തോഷവും സമാധാനവും നൽകുന്ന, ഒരുപാട് സ്നേഹമുള്ള, ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹം അനുഭവിക്കും ഈ ഒരു പുതിയ ബന്ധത്തിൽ. പിന്നെ സമാധാനം ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, വളരെ ഒരു ശാന്തതയുള്ള ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ നിമിഷം നിങ്ങളത് വളരെയധികം ആസ്വദിക്കുകയാണ് ചെയ്യുക ഈ ഒരു ബന്ധം, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഈ പുതിയ കണക്ഷൻ. ഇത് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു പുതിയ അധ്യായമാണ്. ഈ പുതിയ അധ്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടാണ്. ഓക്കെ, ഞാനിവിടെ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കണ്ടോ 10 ഓഫ് കപ്സ് ആണ്. അതായത് ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്, നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ. ഓക്കെ, ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഇനി അങ്ങോട്ട് സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണ് നയിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം ആണ് ഉണ്ടാവുന്നത് ഈ അടുത്ത് തന്നെ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുകയും അവരുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ട മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. അങ്ങനെ ഇതൊരു ബന്ധത്തിലേക്ക് വളർന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ സ്റ്റാർട്ടിങ് മുതലേ ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊരു പുതിയ ആളെന്നാണ് ഞാൻ കാണുന്നത്, പഴയ ആളെന്ന് ഞാൻ കാണുന്നില്ല. ഓക്കെ, അറിയുന്ന ഒരാളാണ് ഞാൻ കാണുന്നില്ല, അല്ല, ഇതൊരു പുതിയ ആളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, ഡിവൈൻ യൂണിയൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു അറിയുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയും തമ്മിൽ മുന്നൊരു പ്രണയബന്ധം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം ഈ വ്യക്തിനെ, ചിലപ്പോൾ നിങ്ങൾ പരിചയമുള്ള ആളുകളായിരിക്കാം, പക്ഷെ ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്തവരായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പ്രണയബന്ധം ഉണ്ടായിട്ടില്ല, പക്ഷെ അറിയുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ വ്യക്തി വൈകാതെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ ബന്ധം ഒരു സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് വളരുന്നതും പിന്നെ അവിടെ നിന്ന് അതൊരു എന്താ പറയുക ജീവിത പങ്കാളിയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ എന്താ പറയേണ്ടത്, നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്, അതുപോലെ തന്നെ ഈ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ക്ലൂസാണ് ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് നൽകാൻ ആഗ്രഹിക്കുന്നത്. അവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള പൗർണമി ദിനവുമായി ബന്ധപ്പെട്ട റീഡിങ്ങും ആയി കണക്ട് ചെയ്ത് എന്തൊക്കെ ക്ലൂസാണ് നൽകാൻ സാധിക്കുക അതൊക്കെ നൽകുക. ഓക്കെ, ഒരുപാട് ക്ലൂസ് ഉണ്ട് നിങ്ങൾക്ക്.
ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇനീഷ്യലിയും തുടങ്ങാം. നമുക്ക് 2 ഇനീഷ്യലാണ് കിട്ടിയിരിക്കുന്നത്, ഐയും വിയും. നിങ്ങളുടെ ഫസ്റ്റ് നെയിമോ ലാസ്റ്റ് നെയിമോ ഇനീഷ്യൽ ആയിരിക്കാം ഈ ഐ വി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മിഡിൽ നെയിമിൻ്റെ ഇനീഷ്യലും ആയിരിക്കാം. ഓക്കെ, പിന്നെ 2 സോഡിയാക് സൈനാണ് കിട്ടിയത്, ലിയോ, അക്വേറിയസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിയോ അക്വേറിയസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിങ് സൈനിൽ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ റീഡിങ്ങിനല്ലേ പറഞ്ഞത്, അതെ, ഒരു എന്താ പറയുക, എയർ സൈൻ മസ്കുലിൻ എനർജി നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അക്വേറിയസ് ഒരു എന്താ പറയുക, എയർ സൈനാണ്. അപ്പോൾ അതൊരു കൺഫർമേഷനാണ്. ആ വ്യക്തിക്ക് മിക്കതും അക്വേറിയസ് ആയിരിക്കും അവരുടെ സൈൻ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ഡേറ്റുകളാണ്. 28, 25, കുറച്ചധികം ക്ലോസ് ഉണ്ട്, എല്ലാം കൂടെ ഉൾപ്പെടുത്തണ്ടേ. 18, 16, 9. ഓക്കെ, അങ്ങനെ കുറച്ച് ഡേറ്റ്സ്. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം കേട്ടോ. 2 മാസമാണ് കിട്ടിയത്, ജാനുവരി, മാർച്ച്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ എന്താ പറയേണ്ടത് ജനനമാസമായിരിക്കാം. ജാനുവരി 2025 തൊട്ട് മാർച്ച് 2025 വരെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ മാറ്റങ്ങൾ, ആ സംഭവങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നതായിട്ട് നിങ്ങൾ അനുഭവപ്പെടും. ഇപ്പോൾ തുടങ്ങി അത് ചെറുതായി മാറ്റങ്ങളുണ്ടാകും. ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങളായിട്ട് മാറുന്നത് ഈ ജാനുവരി മാർച്ച് കാലഘട്ടത്തിന് ഇടയിലായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച. ഇവിടെ വയ്ക്കാം വെള്ളിയാഴ്ച എന്ന്. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചകൾ ചിലപ്പോൾ ഇതിലേതെങ്കിലും ദിവസത്തിലാവും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ പറഞ്ഞ പോലെ ഈ ആഴ്ചകൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ ദിവസങ്ങളിലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ക്ലൂസ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങളായിട്ട് കണക്റ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഈ റീഡിങ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിങ് എന്നിൽ നിന്ന് ഇനിയും കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് ഉറപ്പായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതൊരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. ഇത് റിക്വസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഈ ഗ്രൂപ്പ് കേൾക്കുന്നതെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ പേര് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഒരുപാട് സന്തോഷം ഈ ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്തതിൽ. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ റീഡിംഗ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ബാക്കി ഇപ്പോൾ ഈ കളക്റ്റീവിലുള്ള ഗ്രൂപ്പ് 3-ലുള്ളവർക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പിക്കപ്പ് ആയിൽ റീഡിങ്ങോ പിക്കച്ചാം റീഡിങ്ങോ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് ആ റീഡിങ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഒരു പ്രസൻസും നിങ്ങളെ ഈ റീഡിങ് ഇത്ര ക്ഷമയോടെ കേട്ടിരുന്നതിനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ഇനി ഭാവിയിൽ വേണമെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക്